ഒന്നിച്ച് വിവിധ ഭാഷകൾ 19-ലധികം ആ രാജ്യത്തോട് അവിടെ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് അന്യഭാഷയിൽ ഒറ്റ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക. നമുക്ക് എഴുന്നേൽപ്പിക്കാം, ചേർന്ന് പാടി. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. രാജാവി രാജാവോ കർത്താവി കർത്താവോ നീ മാത്രമേ. കരങ്ങളടിച്ച് ആത്മാവിൽ പറഞ്ഞ് ശക്തിയോട് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല.
അതിന്റെ സൗഖ്യങ്ങൾ ഇതിനെക്കുറിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രോഗശാന്തിയും ആരോഗ്യം നൽകുന്ന കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. നോഹ അടുത്ത് ചെയ്തത് ഒരു യാഗം നടത്തി. ഏറ്റവും നല്ല ഒന്നിനെ കൊണ്ടുവന്ന് യാഗം നടത്തി. ആരാധനയാകണം. നല്ലത് കൊടുക്കണം ദൈവത്തിന്. നല്ല സ്തുതി കൊടുക്കണം. നല്ല മഹത്വം കൊടുക്കണം. സ്തുതി ആരാധന ऊपर जाती है आशीष देखो नीचे आती है. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ചർച്ചിലെ പാസ്റ്ററാണ് നമ്മുടെ പോയി പകരുന്നത്. ഹിന്ദി ഭാഷയും ഒക്കെയുള്ള ചർച്ചിൽ ഞങ്ങളുടെ കാണാറുണ്ട്. അവര് നൃത്തം ചെയ്ത് ആരാധിക്കുന്ന കണ്ടിട്ടുണ്ട്. തുള്ളി ചാടി ആരാധിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്തുതിയും ആരാധന ऊपर जाती है आशीष देखो नीचे आती है. കോടി ജനങ്ങൾ തേജസ് കണ്ടുകൊണ്ട് അവനെ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൂതൻ പാപം ചെയ്തപ്പോൾ പീതരക്തം, മാണിക്യം, മരതകം, വൈഢൂര്യം, വിവിധ രത്നങ്ങൾ കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത്. അവൻ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരുവായിരുന്നു. അവനെ അവിശ്വസ്തത കാണിച്ചപ്പോൾ ദൈവവനെ വെട്ടിക്കളഞ്ഞു. അത്യുന്നതന്റെ സിംഹാസനത്തിന്റെ മീതെ സിംഹാസനത്തിലേക്ക് അത്യുന്നതനോട് ഞാൻ ഇരുന്ന് അല്ലെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ ദൈവവനെ വെട്ടിക്കളഞ്ഞു. പകരം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണ് അലിഞ്ഞു പോകുന്നതാണ്. മണ്ണ് ഉറപ്പില്ലാത്തതാണ്. പക്ഷെ നമ്മുടെ അകത്ത് ആത്മാവിനെ തന്നപ്പോൾ നാം ഉറപ്പുള്ളവരായി മാറി. ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ലാന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരികയും രണ്ട് കൈകളും ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് 7 വിളക്കിന് നടുവിൽ ഉലാവുന്നവനായ കർത്താവ് ഭാരത്ത് ബന്ധിച്ചു കിട്ടിയവർ ഈ ഹോളിനകത്തോണ്ട് എല്ലാ കണ്ണുകളും അടച്ചു. എന്റെ മുമ്പിൽ സഹോദരന്മാർ കൈ ഉയർത്തി, സഹോദരന്മാർ കൈ ഉയർത്തുകയോ കൈ മലർത്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കണ്ണുകളെല്ലാം അടച്ച് ഏകാഗ്രതയോട് അവന്റെ മുഖത്തേക്ക് നോക്കുക. അവൻ ആദ്യം അന്തിമമാണ്.
നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല. ഇതിനകത്ത് ദൂതന്മാർ നിൽക്കുന്നു. അവർ കണ്ണുകൾ കൊണ്ടവരെ കാണാൻ പറ്റില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തിയുള്ള ദൂതന്മാർ ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടോ? ജീവിതയാത്രയിൽ ഓടി നടന്ന് ക്ഷീണിച്ചിരിക്കുന്ന യാത്രയെ ഒരു ദൂതൻ
മക്കൾ അമ്മമാരെ അപ്പന്മാരെ അനുസരിക്കാത്ത ആത്മാവും ഇതിനകത്തുനിന്ന് വിട്ടുപോയ സൗഖ്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Thank you, Holy Spirit, for your presence. Thank you, Father, for your presence. കർത്താവേ, ഞങ്ങളുടെ നന്ദിയുള്ളവരോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. 84-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ ആരാധിക്കുക. Psalms 84, 84-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ ആരാധിക്കുക. വായിക്കുമ്പോൾ ശബ്ദം ഉയർത്തി വായിക്കണം. അടുത്തിരിക്കുന്ന ആൾക്കാർ കത്തുന്നു, ജാഗ്രത പുഴകത്തുന്നു. കുഞ്ഞുങ്ങളെല്ലാം ബൈബിൾ കൊണ്ടുവരണം. ബൈബിൾ കൊണ്ടുവന്നില്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കി വായിക്കണം, ഉറക്കെ വായിക്കണം. ഇസ്രായേലിന്റെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! ഒരിക്കലൊരു വീടും വിമൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവ്, എന്റെ ദൈവമായ ഇസ്രായേലിന്റെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകിയ സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഭക്ഷിപ്പാൻ ആഹാരം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധരിപ്പാൻ വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാർപ്പിടം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാം. തകർച്ചയിടി മുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, വൈദികന്മാർ വീണ മീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ശബ്ദമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് വായടച്ച് നിശബ്ദമായി ദൈവത്തെ കാത്തു നിൽക്കുക. ഉടഞ്ഞതിനെയും തകർന്നതിനെയും ഞാൻ പണിയുന്ന ദൈവമാണ്. എല്ലാം അസ്തമിച്ചു എന്ന് നീ പറയരുത്. ഞാൻ ചിലത് തുടക്കം കുറിക്കാൻ പോകുകയാണ്. പുതിയ വഴികൾ ഞാൻ വെട്ടിയൊരുക്കാൻ പോകുകയാണ്. ഏതൊരു പദ്ധതിക്ക് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തോ അതിന്റെ പൂർത്തീകരണം ഞാൻ നിന്നിലൂടെ ചെയ്യാൻ പോകുകയാണ്. ഓളങ്ങളും തിരമാലകളുമെല്ലാം നിന്റെ മീതെ കവിയുന്നുണ്ട്. ഞാനത് കണ്ട് മൗനമായിരിക്കുന്നു എന്ന് തോന്നരുത്. ഞാൻ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേൽക്കുമ്പോൾ കാറ്റും കടലും ശാന്തമാകും. ഈ ദിവസങ്ങൾ എന്റെ സന്നദ്ധി നീ കഴിച്ച പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരുന്ന ദൈവമാണ്. തകർന്നു പോയെന്ന് ചില ആളുകൾ നിന്നെ കുറിച്ച് പറയുന്നുണ്ട്. വീണുപോയി എഴുന്നേൽക്കത്തില്ലെന്ന് ചില ആളുകൾ നിന്നെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. ഇന്ന് പകൽ എന്റെ ജനത്തോട് എന്റെ അരുളപ്പാട്, നിനക്ക് വിരോധമായി എഴുതിയ രേഖകളെ ഞാൻ തുടച്ചു കളയുന്ന ദൈവമാണ്. നിന്റെ കുടുംബത്തിനെതിരെ എഴുതിയ രേഖകൾ
ഞാൻ തുടച്ചു മാറ്റുന്ന ദൈവമാണ്. ശ്രേഷ്ഠമേറിയത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നല്ലത് എവിടെ വെച്ചു എന്ന് ചോദിക്കത്തക്കവണ്ണം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. വില്ലാളികൾ നിനക്കെതിരെ എഴുന്നേൽക്കും, യുദ്ധം ചെയ്യുന്നവർ നിനക്കെതിരെ എഴുന്നേൽക്കും. പക്ഷെ ഞാൻ എന്റെ ജനത്തിന്റെ കൂടെ ഇരിക്കും. ചില മുറിവുകൾ ഞാൻ വെച്ചു കെട്ടാൻ പോകുകയാണ്. ആരൊക്കെയോ മുറിച്ച ചില മുറിവുകൾ ഞാൻ വെച്ചു കെട്ടാൻ പോകുകയാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ പേപ്പറുകൾ, പത്രങ്ങൾ, ഫയലുകൾ ഞാൻ നിർത്തൽ ചെയ്യാൻ പോകുകയാണ്. ശത്രു വെച്ച ബൗണ്ടറികൾ ഞാൻ പൊട്ടിക്കാൻ പോകുകയാണ്. എന്റെ ജനത്തെ ഞാൻ മുന്നോട്ട് വിടുന്ന ദൈവമത്രേ. കർത്താവേ, ഞങ്ങളുടെ നടുവിൽ അങ്ങ് വന്നതുകൊണ്ട് സ്തോത്രം. നിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ആ ശബ്ദം ഞങ്ങളെ ധൈര്യപ്പെടുത്തും. ആ ശബ്ദം വനങ്ങളുടെ തോലൊരിക്കും. ആ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കും. ആ ശബ്ദം ഇന്ന് പകലിവിടെ മുഴങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവസ്ഥലായിരിക്കും. ധാരാളം കുടുംബങ്ങളെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് വന്നാലും ഞങ്ങൾ ഇതിനകത്ത് ഇരുത്താം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. എന്റെ മനസ്സിൽ കർത്താവ് ചില പിക്ചർ തന്നിട്ടുണ്ട്, പടം തന്നിട്ടുണ്ട്. അവിടെ നിറഞ്ഞ് കവിയട്ടെ. 2-3 സഭായങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആൾ കൂടി കഴിഞ്ഞാൽ സിസ്റ്റമല്ല, നമുക്ക് ഓർക്കസ്ട്ര എല്ലാം ആ സൈഡിലോട്ട് മാറ്റാം. ആൾ കൂടി കഴിയുമ്പോൾ കൊയറിനെ നമുക്ക് താഴോട്ട് മാറ്റാം. വിശ്വസിക്കുന്നുണ്ടോ അതിര് വിശാലമാകുമെന്ന്? ഹല്ലേലൂയ പറയാതെ ആമീൻ എന്ന് പറഞ്ഞാട്ടെ. എന്നോട് ദൈവം പറഞ്ഞൊരു ദൂത് പറഞ്ഞ് കർത്തൃദാസന് സമയം കൊടുക്കുകയാണ്. ശത്രു മണ്ണിട്ട് മൂടിയത് ദൈവം തുറക്കാൻ പോകുകയാണ്. പിതാക്കന്മാരുടെ കാലത്ത് ബന്ധപ്പെട്ട് കുഴിച്ച കിണറുകൾ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയപ്പോൾ കണ്ട് സങ്കടപ്പെട്ടവരോട് ദൈവം പറയുകയാണ്, ദൈവം ചിലത് നമുക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഒരു രഹബോത്ത് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകുക. ഒരു വർദ്ധനവ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകുക. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ ജോൺസൺ അവറുകൾ രാജസ്ഥാനിൽ അജ്മീർ സഭയുടെ ഫൗണ്ടറും പ്രധാന ശുശ്രൂഷകനുമായി 1000-ലധികം ആളുകൾ കൂടി വരുന്നൊരു വലിയ ചർച്ച. ഞാൻ 1-2 ആഴ്ചയായി ബഹുമാനപ്പെട്ട പാസ്റ്റർ വരുന്ന കാര്യം ചർച്ചിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 30 വർഷം മേളായി ആ സ്ഥലത്ത് പോയി പ്രവർത്തി. ഒത്തിരി വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ സുവിശേഷ വിരോധികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പലപ്പോഴും അവസരം തന്നിട്ടുണ്ട്. അവർ കുടുംബമായി അജ്മീറിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. 2-3 ചർച്ച് അവർക്കുണ്ട്. ആയിരങ്ങൾ അവിടെ തടിച്ചു കൂടുന്നുണ്ട്. വലിയ അത്ഭുതങ്ങൾ ആ ചർച്ച നടക്കുന്നുണ്ട്. കർത്തൃദാസൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നു. ആ ചർച്ചിനകത്ത് ആളുകൾ കയറി വരുമ്പോൾ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. വലിയ വണ്ടിയൊക്കെ പിടിച്ച് ആളുകളോട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, അജ്മീറിലെ ചർച്ച് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. സുശേഷ വിരോധികൾ അവർ തകർത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. പക്ഷേ കോടതി വിധി വന്നു, ഒറ്റ ക്രൈസ്തവർക്കെതിരെ ചലിക്കാൻ പാടില്ല. കൺവേർട്ട് ചെയ്തവർ അങ്ങനെ തന്നെ പോകട്ടെ. കാരണം ഇതൊരു ദൈവപ്രവൃത്തിയുടെ നാളുകളാണ്. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ, ദൈവ കൃപാവരങ്ങൾ അലങ്കരിക്കപ്പെട്ട ദൈവഭൃത്യൻ ഇന്ന് പകൽ നമ്മോടൊപ്പമുണ്ട്. ദൈവദാസൻ ദൈവജന ശുശ്രൂഷിക്കും. 2 കൈ മടിച്ച് നന്നായി കൈയടിക്കുന്നെങ്കിൽ നന്നായി. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സജിഭാഷ പറഞ്ഞ മാതിരി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത്. പക്ഷെ ഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ദേവാസനെ പരിചയപ്പെടാൻ റിജോ ആണ് കാരണം.
റിജോ 3-4 പ്രാവശ്യം എൻ്റെ അടുക്ക വന്നത്. എനിക്കത്ര മലയാളം അങ്ങോട്ട് ക്ലിയർ അങ്ങോട്ട് പാടാണ്. എന്നാലും ആവുന്നതനുസരിച്ച് ഞാൻ പറയാം. കാര്യം ഞങ്ങളുടെ ചർച്ച് ഹിന്ദി ചർച്ച് ഒറ്റ മലയാളി പോലും ഇല്ല. 100% മലയാളി എന്ന് പറയാൻ ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യ പോലും അവിടെ ജനിച്ചു വളർന്നേ. അവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഹിന്ദി അവിടെ സംസാരിക്കുന്നത്. ചർച്ച് ഹിന്ദി ചർച്ച. ഞാൻ ജോലിക്കായിട്ട് ബോംബെ പോയത്. കമ്പനി ജോലി ചെയ്ത് ഇങ്ങനെ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് കറങ്ങി രാജസ്ഥാനിൽ ചെന്ന് ഒരു സൈറ്റ് പരമായിട്ട് ഞാൻ അവിടെ ചെന്നാണ് എൻ്റെ ഒരു സ്നേഹിതൻ വേറൊരു കമ്പനി മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു പുള്ളി ആലോചിച്ച ആലോചന അങ്ങനെ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാരെ ഇഷ്ടപ്രകാരം നടത്തിയൊരു കല്യാണം. എനിക്ക് 2 മക്കളുണ്ട്. മോള് MSW ഗോൾഡ് മെഡലിസ്റ്റാണ്. മോന് MBA കഴിഞ്ഞ് ഒരു ചെറിയൊരു ബിസിനസ് ചെയ്ത് ഞങ്ങൾ കുടുംബമായിട്ട് ദൈവലയിലായിരിക്കുന്നു. എന്നെ ഇവിടെ വിളിച്ച ദേവദാസനും കുടുംബത്തിനും ചർച്ചിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ദേവദാസൻ വചനം പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത വചനം എന്ന് പറഞ്ഞത് മൂടിയത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ടത്, മുടിച്ചു കളഞ്ഞത്, തകർത്തത്, ഇനി മുൻപോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞത്, ഇവിടെ വെച്ച് നിന്റെ ജീവിതം അവസാനിക്കുമെന്ന് പറഞ്ഞത്, ഇന്ന് ദൈവാത്മാവ് തുറക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. Glory to the Lord. Hallelujah. ദൈവദൂതന്മാര് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കാലം പുനലൂര് സാമചമ്പാഷണം എടുക്കലായിരുന്നു. അവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ചർച്ച് ഇപ്പൊ അടച്ചിട്ടേക്ക് ഓൺലൈനിൽ ഇപ്പൊ നടക്കുക. ഞാൻ കയറി ജസ്റ്റ് നോക്കി, അതുകൊണ്ടാണ് ഞാൻ മൂവിയിൽ നോക്കുന്നത്. അല്ലെ ഞാൻ ചർച്ചിൽ മൂവിൽ എടുക്കാറില്ല. ഒരു ഇതാണ് എല്ലാവരും എന്നെ പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ കയറുമെന്ന് പറഞ്ഞുകൊണ്ട്. എനിവേ, ഞങ്ങളുടെ ആൾക്കാര്, ഹിന്ദി ആൾക്കാര് ഞാനിവിടെ ശ്രദ്ധിക്കുമായിരുന്നു. നിങ്ങൾ ആരാധന ഭയങ്കര കഞ്ചൂസാണ്. ഞങ്ങളുടെ ആൾക്കാർ നിങ്ങൾ വന്നാല് ഈ അമ്മച്ചയെ പോലുള്ളവരൊക്കെ താഴെ ആയിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ് നിങ്ങൾ താഴെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. താഴെ ഇരുന്ന് ആരാധിക്കുന്നത്. കാര്യം കസര ഇട്ട പിന്നെ സ്ഥലമില്ല. അതുകൊണ്ടാണ് കസര ഇട്ടാല് പിന്നെ സ്ഥലമില്ല. കൈ അടിച്ചവര് മറന്ന് ആരാധിക്കും. നിങ്ങൾ വിശ്വസിക്കൂ? ക്യാൻസർ സവമധ്യ സൗഖ്യമാക്കും. തളർന്നോന്ന് എഴുന്നേറ്റ് നടക്കും. ഭൂതങ്ങൾ വിട്ടുപോകും. ഏത് പ്രശ്നമായിട്ടാണോ വരുന്നത് 99% വിടുതൽ ദൈവം കൊടുക്കും. 99 ആൾക്കാര് സൗഖ്യമായി പോകത്തുള്ളൂ, 1% സൗഖ്യമാകാതെ പോകും. അത് യേശുവിന്റെ അടുക്കലും അങ്ങനെ തന്നെ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇന്ന് വിശ്വാസത്തോട് വിട്ടിരിക്കാം. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാം. ഞാൻ ഇന്ന് ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ കെട്ടുകൾ ഇന്ന് പൊട്ടും. ഈ എല്ലാരും പറയുന്ന കെട്ടല്ല. കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം, ഇസാക്ക്, യാക്കൂബ് 3 പേരും അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം വിട്ട് നീ എന്റെ പുറകെ വരിക. ഉൽപ്പത്തി 12 അതിന്റെ 1 തൊട്ട് 3 വരെ ആരെങ്കിലും ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 12 കല്ലെന്ന് വായിക്കണം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് പുറപ്പെട്ട്, ഇവിടെ പറയുന്നത് നീ സകലതും വിടണം. സകലതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അവന്റെ സ്വഭാവം മാറണം. 2 അവൻ നടക്കേണ്ട ഒരു ദൈവത്തോടെ കൂടെ നടക്കേണ്ട ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ പ്രവേശിക്കണം. 3 വേറൊരു മനുഷ്യനിൽ നീ ആശ്രയിക്കല്ല്. 4
നീ എന്നെ മാത്രം നോക്കണം. ഞാനും നീയും ഇതിന്റെ ഇടയിൽ ലോകത്തൊരു വ്യക്തിയും കയറാൻ പാടില്ല. ദൈവത്തിന് അവനെ വിളിച്ച് അവന്റെ കൂടെ നടന്ന്, അതായത് ആ ഏദൻ ബാട്ടികൾ നടന്ന, അതായത് ഏദൻ ബാട്ടികൾ നടന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഇപ്പൊ എടുത്ത് അബ്രഹാമിന് കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു ആലോചന പറയാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണമെന്ന്? അബ്രഹാമിനെ വിളിക്കുന്നതിനെ കാട്ടിലും മുന്നമേ ദൈവം നമ്മളെ കണ്ടതാണ്. നമ്മൾ അബ്രഹാമിന്റെ അകത്ത് ഫിറ്റ് ആയിരുന്നു, നമ്മൾ അബ്രഹാമിന്റെ കൂടെ ആയിരുന്നു. സമയം വന്നപ്പോൾ യേശുവിനെ കൊണ്ടുവന്നാക്കി യേശുവിൽ കൂടെ നമുക്ക് അനുഗ്രഹം എടുത്ത് തന്നിരിക്കുക. ഹല്ലേലൂയ. യേശുവിൽ കൂടെ അനുഗ്രഹം കൊണ്ടുവന്ന് തന്നിരിക്കുക. അതുകൊണ്ട് എന്റെ ചർച്ച ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്ന, നിങ്ങൾ മേടിക്കുന്നവരല്ല, നിങ്ങൾ കൊടുക്കുന്നവരായിത്തീരും. അവൻ സമ്പന്നനാണ്. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞില്ല നീ തെണ്ടിക്കൊണ്ട് നടക്കാൻ. അബ്രഹാം 13-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 13-ാം അധ്യായത്തില് 1-ാം വാക്യത്തിൽ വരുമ്പോൾ തന്നെ പറഞ്ഞ അവൻ സമ്പന്നനായി. അവൻ സമ്പന്നനായി എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലയോ, നമ്മളെ പെന്തിക്കോസുകാരെ കേരളത്തിൽ ഒരു പ്രശ്നമാണ്, സമ്പത്ത് വേണ്ടെന്നാ പറയാം. എന്താ സമ്പത്തിന് വേണ്ടി കിടന്ന് ഓട്ടോ? പ്രൈസ് ലോർഡ്. സമ്പത്തിന് വേണ്ടി നമ്മൾ സമ്പന്നരാ. പ്രൈസ് ലോർഡ്. നമ്മള് സമ്പന്നനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരെ ആരാധിക്കുന്നത്? സകലത്തെ മെനഞ്ഞവൻ, സകലത്തെ ഉണ്ടാക്കിയവൻ, സകലത്തെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് നിങ്ങൾ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ആ അനുഗ്രഹവും അഭിഷേകവും നമ്മളെ തേടി വരും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പ്രയാസത്തിലാണെങ്കിൽ നിങ്ങൾ ആരും തേടി പോകേണ്ട കാര്യമൊന്നുമില്ല, ദൈവം നിങ്ങളെ തേടി വരും. അത് ബൈബിളിന്റെ ഹിസ്റ്ററിയാണ്. യേശു ഭർത്തമായി യേശുവിനെ തേടി പോയൊന്നുമല്ല, ഭർത്തമായി തേടി യേശു വന്നതാ. രക്തസ്രാവ സ്ത്രീയെ തേടി യേശു പോയൊന്നുമില്ല, യേശു അവളെ തേടി വന്ന. 38 വർഷക്കാലം തളർന്നു കിടന്ന ആ കുളത്തിന്റെ വാതിക്കൽ കിടന്നവനെ തേടി യേശു ചെന്നതാ. നിങ്ങളെ തേടി ഇന്ന് യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് യേശുവിന്റെ കൂടെ നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളിൽ നിന്ന് പൊട്ടി പുതിയൊരു വിടുതൽ പ്രാപിച്ച പോക്കുള്ളൂ. വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ അബ്രഹാമിന്റെ അടിക്ക് ദൈവം പറയുന്നത് എല്ലാം വിട്ട്, എന്താ പറയുന്നത്? സകലതും വിട്ട്. നമ്മളെല്ലാം വിട്ട് വന്നു. നമ്മൾ ചെറുതായിട്ടൊരു ക്ലാസ് ഒക്കെ എടുത്തു പോകാം ഇല്ലേ? എന്നും പ്രസംഗമായിരിക്കും. നിങ്ങൾ എന്റെ കൂടെ സഹകരിച്ചു വരണം. എല്ലാം നിങ്ങൾ വിട്ടിട്ടുണ്ടോ? എത്ര ആൾക്കാരെല്ലാം വിട്ടിട്ടുണ്ടോ? കൈ ഉയർത്തി. ഞാൻ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി എനിക്കറിയാം. എല്ലാം വിട്ടിട്ടുണ്ടോ? അബ്രഹാമിന്റെ അടിക്ക് ഞാനല്ല പറയുന്നത്, അബ്രഹാമിന്റെ അടിക്ക് 12-1 അനുഗ്രഹത്തിന്റെ ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, ആ അനുഗ്രഹത്തിന്റെ അകത്ത് നമ്മൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ, അവന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിനൊരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ അബ്രഹാം മരിച്ചു, ഇസ്ഹാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, അങ്ങനെ 12 ഗോത്ര തലവന്മാർ മരിച്ചു. പക്ഷെ വചനം ഇന്നും മരിച്ചിട്ടില്ല. വചനം നമുക്ക് വേണ്ടി വെച്ചിരിക്കുക. ഈ വചനത്തിൽ കയറി വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തോ എഴുതിയിരിക്കുന്നത്? ദേശം വിടണം, പിന്നെന്തുവാ? ചാർച്ചക്കാരെ വിടണം, ആരെ? പിതൃഭവനത്തെ വിടണം. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശമുണ്ട്. നിന്റെ ഇഷ്ടമുള്ള ദേശമല്ല, നിന്റെ ഇഷ്ടമുള്ള. നമുക്ക് ചില കാര്യങ്ങളുണ്ടല്ലേ, മലയാളിയുടെ കൾച്ചറ്. നമുക്കിവിടെ സൗഖ്യം കിട്ടിയില്ലെങ്കിൽ അടുത്തടുത്ത് നമ്മൾ ഓടും ഇല്ലേ? ഓട്ടത്തോടോട്ടം. കൊട്ടാരക്കര നോടി, അടൂർ നോടി, തിരുവല്ല നോടി, കോട്ടയത്ത് നോടി, അങ്ങ് ഓട്ടവാ. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ സ്ഥിരതയോട് വിശ്വാസത്തോട് നിങ്ങൾ ദൈവസഭയിൽ വരാമെന്നുണ്ടെങ്കിൽ അത്ഭുതം നിങ്ങളുടെ പുറകെ വരും. ഹല്ലേലൂയ. അത്ഭുതം പുറകെ വരും. വിശ്വസ്തയാണ് ദൈവത്തിന് ഇഷ്ടം. വിശ്വസ്ത. ദൈവം പറയുന്ന കേൾക്കുക, ദൈവത്തിന്റെ കൂടെ നടക്കുക. എങ്കിൽ നീ വാലല്ല, നീ തലയാകും. നീ അബ്രഹാമിന്റെ വാഗ്ദത്തം ദൈവം പറഞ്ഞത്
ആവർത്തനം 28:1-15 വരെ പറഞ്ഞു, നീ അകത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ നിന്റെ കൃഷിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടും, മക്കളുടെ നീ അനുഗ്രഹിക്കപ്പെടും, നീ എന്തെല്ലാം ചെയ്താൽ അതെല്ലാം അനുഗ്രഹമായിരിക്കും. നമുക്കുള്ള വചനം, നമുക്കുള്ള വചനം. ഈ വചനത്തിൽ നിന്ന് അത്ഭുതം എങ്ങനെ ഏറ്റെടുക്കുന്നു? ഒന്ന്, നീ വിടണ്ടേന്ന് എന്തോ ചെയ്യണം? വിടണം. അന്നേരം അഭിഷേകം വരുത്തണം. അഭിഷേകം വന്നു കഴിഞ്ഞാൽ നിന്റെ പരിസ്ഥിതിക്ക് വ്യത്യാസം വരും, നിന്റെ ജീവിതത്തിന് വ്യത്യാസം വരും, നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും, നിന്റെ നടപ്പിന് വ്യത്യാസം വരും, നിന്റെ ചിന്തയ്ക്ക് വ്യത്യാസം വരും. അല്ല, ചിന്തയ്ക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിന്തിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. സൂര്യനെ ഉണ്ടാക്കാൻ ചന്ദ്രനെ ഉണ്ടാക്കിയവൻ, അല്ലെ നമ്മളെ തേടി സകലത്തിൽ നക്ഷത്രത്തെ പേര് പറഞ്ഞ് വിളിക്കുന്നവൻ, നക്ഷത്രം ഉണ്ടാക്കിയവൻ നമ്മളെ തേടി വന്നതാ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തേടി വന്നവനാ ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ മധ്യ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിട്ട് പറഞ്ഞ്, യേശു നമ്മുടെ മധ്യമുണ്ട്, ദൂതന്മാർ നമ്മുടെ മധ്യമുണ്ട്. പറഞ്ഞ ഇന്ന് എന്റെ എല്ലാ ആഗ്രഹത്തിൽ സാധിച്ചു തരുന്ന ദൂതൻ എന്റെ കൂടുണ്ടെന്ന് പറഞ്ഞ് എന്റെ ആഗ്രഹത്തെ സാധിച്ചു. ഞാൻ ഏത് വിഷയമായിട്ടാണോ വന്നിരിക്കുന്നത് ആ വിഷയത്തിന് മറുപടി ഇന്ന് എനിക്ക് കിട്ടും. ഇന്നെനിക്ക് ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളെക്കാട്ടൊക്കെ കൊടുക്കാറ്. അവർക്ക് യേശു എന്ന് പറഞ്ഞാൽ അറിയത്തില്ലെന്ന്. അവർക്കൊന്നേ അറിയത്തുള്ളൂ, ഇത് മതപരിവർത്തനം, ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയാക്കും, ഇതേ അവർക്ക് അറിയത്തുള്ളൂ. യേശു ആണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ അവർ യേശുവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഭ്രാന്തരാണ്. ഞാൻ ജയിലിൽ കിടന്നതാ. എനിക്ക് ജാമ്യം തരാനൊന്നും ആരുമില്ലായിരുന്നു. എല്ലാ പാസ്റ്റർമാരും എല്ലാവരും വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയാണോ സുവിശേഷ വേല ചെയ്യുന്നത്? 28 ദിവസം ഞങ്ങളെ ഒരു വീട്ടിലും കയറ്റാതെ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനും കൂടെ ഏതെങ്കിലും ഹോട്ടലിന്റെ മുന്നിൽ ഏതെങ്കിലും ട്രക്കൊക്കെ കിടക്കുന്ന കൂട്ടത്തിൽ പോയി കിടക്കുമായിരുന്നു. പലരെയും വിളിച്ചു. എല്ലാവരും പറഞ്ഞു ഇപ്പം ഇങ്ങോട്ട് വരണ്ട. എല്ലാവരും പേടിച്ചു. സിറ്റി മൊത്തം അവരടച്ചു. എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യം വൻ ജാതികള്, ജൈനന്മാര്, സർദാർമാര്, ബ്രാഹ്മണന്മാര്, ഇങ്ങനെയുള്ളവരാ വിശ്വാസത്തെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കൂടെ നിന്നൊരു പയ്യനായി എനിക്ക് എതിരെ കേസ് കൊടുത്തു. ഒരു മനുഷ്യനും ഇല്ല. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പിടികൊടുക്കാമോ? രഹസ്യത്തിൽ ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്. ഒരു മജിസ്ട്രേറ്റ് പുള്ളി അവിടുത്തെ DSP വിളിച്ചിട്ട് പറഞ്ഞു, നീയൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ രാത്രി പോയി പ്രാർത്ഥിപ്പിക്കും. പക്ഷെ ഇപ്പം പുള്ളിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ നീയൊക്കെ മിണ്ടാതിരിക്കുന്നു. എനിക്കൊന്നും അറിയണ്ട, എങ്ങനെയെങ്കിലും ആ കേസ് ഒന്ന് ഇത് ചെയ്യാം. ഭയങ്കര ഇഷ്യൂ. ആഭ്യന്തരമന്ത്രി ഇടപെട്ടു, എല്ലാവരും ഇടപെട്ടു. പുറത്തിറങ്ങാൻ 100 ചാൻസ്. എന്റെ ബിസിനസ് എന്നോട് പറഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവുക പിടികൊടുക്കാൻ വേണ്ടി. ആരും ഞങ്ങളെ കയറ്റാൻ തയ്യാറല്ല. നിങ്ങൾ ചിന്തിച്ച 28 ദിവസം റോഡിൽ തന്നെ കിടക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾ തിരിച്ചു പോയപ്പോ എന്നോട് പറഞ്ഞു, ദൈവം നമ്മളെ കൈവിട്ടെന്ന് തോന്നി. ഞാനൊന്നും മിണ്ടിയില്ല. ലാസ്റ്റിൽ പെട്ടെന്നൊരു നമ്പർ എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്തു. ഞാൻ അവർക്ക് വിളിക്കും. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് പോരാ. അവിടെ എത്തിയപ്പോഴാണ് വിളിക്കുന്നു, ഇങ്ങോട്ട് പോരാ. 28 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി ഗേറ്റ് തുറന്നു തന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം പറയുന്ന ചെയ്താൽ, ദൈവത്തിന്റെ കൂടെ നടന്നാൽ, നിന്നെ മൂടുമെന്ന് പറയുന്നവര്, നിന്നെ തകർക്കുമെന്ന് പറയുന്നവർ മുന്നിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും അവൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഞാൻ ചെന്നു. ജോലിയെ വിട്ടിട്ട് എനിക്കും ജോലിയുടെ പേരില്ല, മോന്റെ പേരിലായിരുന്നു കേസ്. ഇതേപോലെ കീബോർഡ് പ്രശ്നമാണ്, വേറെ ഒന്നുമില്ല. ജോലിയെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ചെന്നു, അറസ്റ്റ് ചെയ്തു, എന്നെ ജയിലിലിട്ടു.
ഞാൻ ദൈവത്തോട് ചോദിച്ചു, ആര് കർത്താവ് എനിക്ക് ജാമ്യം തരും? ഞാൻ പരദേശി, എനിക്ക് ആരുമില്ല. ദൈവാത്മാവിനോട് പറഞ്ഞ്, ആരും നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല, പക്ഷെ ഈ കേസ് കൊടുത്ത കൂട്ടുകാരന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ 2 ഗ്രൂപ്പായി. ആദ്യ ഗ്രൂപ്പ് ഇങ്ങനെ ചോദിച്ചു, എന്തിനാ പുള്ളി കടത്തിയത്? എപ്പം ചെന്നാലും പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ട്, എപ്പം ചെന്നാലും വിടുതലുകളുണ്ട്, എന്തിനു കടത്തി? 2 ഗ്രൂപ്പായി. പുള്ളി ഇന്നവരെ പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനി ആവണം. വാ, എനിക്ക് വേണ്ടി വക്കീലിനെ അവർ വെച്ചു, എനിക്ക് ജാമ്യം നിൽക്കാൻ അവർ തന്നെ തയ്യാറായി. ഒന്ന് ഞാൻ നിങ്ങളുടെ പറയാം, എല്ലാം വിട്ടിറങ്ങിയാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം അവനാണ്. ആര് നിങ്ങളെ നോക്കിയോ നോക്കത്തില്ലെന്നോ പ്രശ്നമില്ലെന്ന്, നിങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം അവനാണ്. ഞാൻ ജാമ്യം എടുത്ത് പുറത്തു വന്നു. എനിക്ക് ഇച്ചിരി വസ്തു ഉണ്ടല്ലോ, അതൊക്കെ വിറ്റ് ഞാൻ കേരളത്തിൽ വരാൻ തയ്യാറായി നിൽക്കുക. പൈസയൊക്കെ കെട്ടി തയ്യാറായി ഇങ്ങനെ നിൽക്കുക. എന്റെ ബിസിനസ്സിനടുക്കൽ കുഞ്ഞടിക്കലും പറഞ്ഞു. എന്നിട്ടപ്പം ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പം എന്റെ ബിസിനസ് വന്ന് ചോദിച്ചു, അടുത്ത പ്ലാൻ? ഞാൻ പറഞ്ഞ സമയമാകുമ്പോൾ എല്ലാം ഇത് ചെയ്യും. അപ്രത്യക്ഷമായിട്ട് എൻ്റെ മോൻ വണ്ടി കൊണ്ടുപോയി സർവീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ പറഞ്ഞ്, ജേക്കബ്, എൻ്റെ മോൻ്റെ പേര് ജേക്കബ് എന്ന്, പപ്പയ്ക്ക് ഒരു വസ്തു ആവശ്യം, ചർച്ച് പണിയാൻ വേണ്ടി. ഇന്നടുത്തൊരു ചർച്ച് കിടപ്പുണ്ട്, ക്രിസ്ത്യാനികളുടെ വലിയൊരു കോളനി, അതിൻ്റെ അകത്ത് ഒരു വസ്തു കിടപ്പുണ്ട്, മേടിക്കുമെന്ന് ചോദിച്ചു. അന്നേരം അവൻ വന്ന് ഈ പിള്ളേരെല്ലാം കൂടെ, ചെറുപ്പക്കാരെല്ലാം കൂടെ എൻ്റെ പുറകെ വെച്ച് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വസ്തു മേടിക്കണം. അന്നേരം എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എല്ലാം കളഞ്ഞ് നാട്ടിൽ വരിക, എവിടെയെങ്കിലും കാര്യം വേല ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവം എന്നെ കൊല്ലും. അതുകൊണ്ട് ആരെങ്കിലും കൂടെ അസിസ്റ്റന്റായിട്ട് കയറി. പിന്നെ തലവേന ഇല്ലല്ലോ, അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ തലവേന വല്ലതും ഒരു തലവേന ഇല്ല. ഭാഷ എന്താ പറയുന്നത് ചെയ്യുക, ഇത്രയല്ലേ ഉള്ളൂ. വിശ്വാസി വന്നാലും ടീക്ക്, വന്നില്ലേലും കുഴപ്പമില്ല. അന്നേരം അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്രത്യക്ഷമായിട്ട് വസ്തു വരുന്നതും അപ്രത്യക്ഷമായിട്ട് ബിൽഡിംഗ് പണിയാൻ തുടങ്ങുന്നതും. എല്ലാ പ്ലാനും ദൈവം മിനിറ്റും കൊണ്ടെടുത്ത് ദൂരെ കളഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് കഷ്ടത കഴിഞ്ഞ ഒരു അനുഗ്രഹം. നിങ്ങൾ എത്ര ആൾക്കാർ ഇവിടെ കഷ്ടതയിൽ ഇരിപ്പുണ്ട്, എത്ര ആൾക്കാർ പ്രയാസത്തിലുണ്ട്? ഞാൻ നിങ്ങളുടെ ഇന്നൊരു കാര്യം പറയാം. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹം, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തിന്റെ കൂടെ വസിക്കണം. അല്ല, നിങ്ങൾ പോകുന്ന ചർച്ച നിങ്ങൾ വിശ്വസ്തരായിരിക്കും. എല്ലാരെയും വിളിച്ച് പ്രവചനം കേൾക്കല്ലേ. ദുരാത്മ ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത്. നടക്കാൻ പോകുന്ന കാര്യം നടക്കത്തില്ല. ചിലരെ നിങ്ങളുടെ തല കൈവെപ്പിച്ച് നോക്കിയേ നിങ്ങൾക്ക് ഉള്ളതും കൂടെ പോയി കിട്ടും. എന്റെ അനുഭവം പറയുന്ന കേട്ടോ. നമുക്ക് അവറാച്ചനെയും വിളിച്ചൊന്ന് പ്രവചനം കേൾക്കണം, യോനാച്ചനെയും വിളിച്ചൊന്ന് പ്രവചനം കേൾക്കണം, ചാക്കോച്ചാനെയും വിളിച്ചൊന്ന് പ്രവചനം കേൾക്കണം, പിന്നെ ശോശാമ്മയെ ഇപ്പം പ്രവചനം തുടങ്ങിയുണ്ട്, അവരെ ഒന്ന് വിളിച്ച് കേൾക്കണം. ഈ പ്രവചനം കേട്ട് കേട്ട് വല്ലതും നടന്നിട്ടുണ്ട്? എല്ലാ പ്രവചനം നടന്ന ഒരാളൊന്ന് കൈപോക്കി നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അല്ലയോ മീൻകറി വെക്കുന്ന മാതിരിയാ പ്രവചനം കേൾക്കുന്നത്, ഒരു ടേസ്റ്റ്. വല്ല മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ പോകുന്ന ചർച്ചിൽ നിങ്ങൾ വിശ്വസ്തയോടെ പോയാൽ, നിങ്ങൾ അവിടെ മുട്ടുമടക്കിയാൽ, ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു ആലോചനയായിട്ട് പറയുന്നു, നിങ്ങളുടെ സകലവിധ കാര്യങ്ങൾ നടന്നു കിട്ടും. ഹല്ലേലൂയ. നിങ്ങളുടെ കടമയാ ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ആൾക്കാരെ സഭയിൽ കൊണ്ടുവരും. ഞാൻ എങ്ങനെ വിസിറ്റിന് പോകാറില്ല, അപൂർവം. എന്റെ ജനം തന്നെ ഒരു ക്യാൻസർ സൗഖ്യമായി കഴിഞ്ഞാൽ 4 ക്യാൻസറിനെ വീണ്ടും കൊണ്ടുവരും. ഒരുത്തൻ തളർന്നവനെ എഴുതാൻ നടന്നു കഴിഞ്ഞാൽ 10 തളർന്നവനെ എടുത്തോട്ട് കൊണ്ടുവരും. 30 വർഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ അനേകർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവര് വേറെ ആൾക്കാരെ കൊണ്ടുവരും. നിങ്ങൾക്കൊരു വിടുതൽ ലഭിച്ചാൽ നിങ്ങളുടെ കടമയാ സുവിശേഷം അറിയിച്ച് ജനത്തെ കൊണ്ടുവരുമെന്നുള്ളത്. നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ അങ്ങോട്ട് പറയണം.
ഞങ്ങളുടെ പ്രാർത്ഥന വന്നാൽ നിങ്ങൾക്ക് വിടുതൽ ലഭിച്ചിരിക്കും. ഞാൻ പറയുന്നു, അന്നേരം അവർക്ക് വിടുതൽ ലഭിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരുടെയും ഒന്ന് ആലോചന കേൾക്കാൻ. അതിന്റെ ശബ്ദം പോയോ? എല്ലാവരെയും ഒന്ന് ആലോചന കേൾക്കാൻ. എല്ലാവരെയും ഒന്ന് വീട്ടിൽ കയറ്റുകയും ചെയ്യല്ലേ. എല്ലാരെയും വീട്ടിൽ കയറ്റല്ലെന്ന്. ചില പാസ്റ്റർമാർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും ഭാര്യയും കൂടെ അടിയാം. വെക്കുന്ന ആഹാരത്തിന് പോലും ടേസ്റ്റ് മാറിപ്പോ. ഒരു ഇടയനെ ദൈവം തന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജനത്തെ നയിക്കുവാൻ ദൈവം ഒറ്റ ഇടയനെ എടുത്തുകൊണ്ടുവന്നുള്ള അവന്റെ പേരാ മോശ. അവന്റെ കൂടെ ദൈവം ചെയ്യാൻ ഇരുന്ന പ്ലാനിങ്ങൾ മൊത്തം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇടയന്റെ പുറകെ നിങ്ങളെ നടന്നാൽ മതി, നിങ്ങളുടെ കാര്യം നടക്കും. ഞാൻ എന്റെ പോളിസിയാ പറയുന്നത് കേട്ടോ. ഞാൻ സജിഭാഷ ഉദ്ദേശിച്ചെന്നല്ല പറയുന്നത്. എന്റെ ജനം ഞാൻ വെച്ച ഭ്രാന്ത ഭ്രാന്ത. നിങ്ങൾ പോകുന്ന ചർച്ച വിശ്വസ്തയോട് ദൈവം ഇതാ പറഞ്ഞ് ദേശക്കാരെ വിടുക, പറഞ്ഞത് പ്രതിർഭവനത്തെ വിടുക. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്ന ദേശം, ഈ ദേശം, ഈ ചർച്ച് നിങ്ങളുടെ ദേശം. ഈ ദേശം നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ഈ ദേശത്ത് നിങ്ങൾ അനുഗ്രഹം വിശ്വസ്തയോട് നിൽക്കുക. വിശ്വസ്തയോട് അങ്ങനാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വായിച്ച പെട്ടെന്ന് ഞാൻ നിന്നെ 75 വയസ്സുള്ളവനോട് വിളിച്ചു പറയാൻ നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് പറയാം നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കി മാറ്റും. എന്നിട്ട് പറയും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാന്. പക്ഷെ ഇത് ഈ സഭയോടുള്ള ആലോചന. നിങ്ങൾ ഇവിടുന്ന് മാറും, ഒരു പുതിയൊരു സ്ഥലത്തോട് മൂവ് ചെയ്യിപ്പിക്കും. ഈ ചർച്ചിന്റെ സ്റ്റൈലുകളൊക്കെ മാറാൻ പോവുകയാണ്. ഇതൊരു ഓൾഡ് സ്റ്റൈൽ, ഇത് മാറും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാ. ഒന്നുമില്ലാത്ത ഒരുത്തനെ വിളിച്ചിട്ട് പറയുക, ഒരു പരദേശം വിളിച്ചിട്ട് പറയുക, ഇന്നവരെ ദൈവത്തെ കുറിച്ച് കേൾക്കാത്തവനെ വിളിച്ചിട്ട് പറയുക, ഇന്നവരെ ദൈവത്തെ കാണാത്തവനെ വിളിച്ചിട്ട് പറയുക, നീ ഒരു വലിയ ജാതിയായി. അത് നിന്നെ അനുഗ്രഹിച്ച് ഞാൻ. ഇത് നിങ്ങളുടെ ദേശമാണ്. ചർച്ച് നിങ്ങളുടെ ദേശമാണ്. ചർച്ച് നിങ്ങളുടെ ഇതെന്റെ ദേശമാണ്, ഇതെന്റെ ദേശമാണ്. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. നീ എങ്ങനെ താഴെ എഴുതിയിരിക്കുന്നത് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇത് പറയുന്നേ നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങള് അനുഗ്രഹമായി നിങ്ങൾ പറഞ്ഞു, ഞാനൊരു അനുഗ്രഹമായി മാറും. ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ ദേശത്തിന്റെ പേര് പറഞ്ഞ് ആ ദേശത്ത് ഞാനൊരു അനുഗ്രഹമായി മാറും. ഈ ചർച്ചില് ഞാനൊരു അനുഗ്രഹമായി മാറും. അയൽത്തുകാർക്ക് ഞാനൊരു അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഒറ്റ സ്പോൺസറില്ല, ലോക്കൽ ആൾക്കാരാ മൊത്തം. ദൈവം ഞാൻ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ നീട്ടാൻ സമ്മതിക്കല്ല. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ദൈവം ഒരു ദർശനം തന്നിട്ട് പറഞ്ഞ് നീ ഒരു മനുഷ്യരിലും ആശ്രയിക്കില്ലെന്ന് പറഞ്ഞു. അന്നോട്ട് ഇന്ന് വരെ ഞാനൊരു മനുഷ്യനിലും ആശ്രയിക്കാറില്ല. എൻ്റെ കസിന്, എൻ്റെ സഹോദരങ്ങൾ, അവരുടെ മക്കളെല്ലാം ഔട്ട് ഓഫ് ഇന്ത്യ, കാനഡ. ഒരുത്തിന് 5 പൈസ ഒരുത്തനെ കൊണ്ട് തരിക്കാൻ ദൈവം ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല. എനിക്ക് അവരെക്കാട്ടൊക്കെ നല്ല സൗകര്യമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അവർ കയറുന്നതിനെക്കാട്ടും കൂടുതൽ ഫ്ലൈറ്റാണ് ഞാൻ കയറുന്നത്. ദൈവം പറഞ്ഞാൽ പറഞ്ഞതാ. ദൈവം പറഞ്ഞാൽ പറഞ്ഞതാ.
അതുകൊണ്ട് എല്ലാരെയും ഒന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് ആലോനൊക്കെ കേട്ടെങ്കിലേ മതിയാവരുത്. ശാപം കെട്ടാത്. ചില പാസ്റ്റർമാരുണ്ട്, ഓ അമ്മാമ്മോ ഇല്ലേ, എങ്ങനെ അമ്മാമ്മ ചാക്കി വീണു. റേഷനുള്ള പൈസയും കൊടുത്ത് അവൻ 2 സ്വതന്ത്രം നിന്നെ വാലല്ല തലയാക്കും. ഈ തല എന്ന് കാണുമെന്ന് നമുക്ക് അറിയത്തുമില്ല. ഈ തല നോക്കി നോക്കി നമ്മൾ കുഴിയിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ പറയുന്നതിനൊന്നും പ്രവാചകനല്ല. നിന്റെ കുറവുകൾ വിളിച്ച് പറയുന്നതാണ് പ്രവാചകൻ. കുറവുകള് പറഞ്ഞെന്ന് കുറവുകള് നമ്മൾ എത്ര നാൾ ഇവിടെ നിൽക്കുന്ന പറയുന്നേ. ഇന്നല്ലേ നാളെ പോകണ്ടേ മേപ്പോട്ട്? അവിടെ ചെല്ലുമ്പോ ഈ പ്രവാചകന്മാരാണോ നമ്മളെ കൊണ്ടുപോകുന്നേ? എന്നടിക്ക പ്രവാചകന്മാർ വരും. എന്നടിക്ക വന്നിട്ട് പറയും അങ്ങനെ ഇങ്ങനെ ആലോചന പറയും. എന്നിട്ട് ജേക്കബിനെ എന്റെ മോനെ വിളിച്ചിട്ട് പറയും, യവനെ ദൈവം ഇങ്ങനെ ആക്കും അങ്ങനെ ആക്കും. ഞാൻ പറയും നീ അത് കളയാൻ പറയും. ഞാൻ എന്തോ ചെയ്യും, നീ അത് പറ. അതെന്തോ ഭാഷ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളുടെ മോൻ വളരുന്നത്. ഞാൻ പറയും മേപ്പോട്ട് ചെല്ലുമ്പോൾ മോന്റെ ദൈവം ചോദിക്കത്തില്ല, എന്നെയാ ചോദിക്കുന്നത്. നീ എന്തോ ചെയ്തിട്ടാ വന്നേ? നീ എന്തോ ചെയ്തിട്ടാ? അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴേ ഈ ഒന്നും പറയാനൊന്നും കാണത്തില്ല. നിങ്ങൾ 4 പേരടിക്ക് സുവിശേഷം പറഞ്ഞുകൊണ്ടോ അതായിരിക്കും നിങ്ങളുടെ കൂടെ വരുന്നത്. 4 പേരെ ദൈവഭാഗത്ത് കൊണ്ടുവരുമോ, അതാ നിങ്ങളുടെ ധനം. അവിടുത്തെ ധനം അതാ. ഈ വസ്തുവും ഈ മഹിമയും ഈ പേരും പ്രസക്തിയൊന്നും അല്ല അവിടെ. നിങ്ങൾ അവന് വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി 2025 വർഷക്കാലത്തിന് മുന്നമേ ഇറങ്ങി വന്ന ക്രിസ്തു അവിടെ ഇരുന്ന് അവൻ പറയും, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ ഞാൻ കടന്നു വന്നു. ഒന്നുമില്ലാതിരുന്നിടത്ത് നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വലുതാക്കിയപ്പോൾ നീ എനിക്ക് വേണ്ടി എന്തോ ചെയ്തു. അന്നേരം അവിടെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനതുകൊണ്ട് എവിടെ നടന്നങ്ങ് സൂചിച്ചും പറയും. നിങ്ങളുടെ കടമയാണ്. എന്താ പറയുന്നത്? ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിച്ചാൽ അത് നിങ്ങൾക്കൊരു പ്രൊമോഷനാണ്, അത് നിങ്ങൾക്കൊരു അനുഗ്രഹം. ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അത് അനുഗ്രഹം. ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് ദൈവം എന്റെ പരിസ്ഥിതി എന്തോ ചെയ്ത് മാറ്റി. എല്ലാവരും പറഞ്ഞു ഇനി ഇവിടെ നിൽക്കത്തില്ലെന്ന്, എല്ലാവരും പറഞ്ഞു വിട്ടുപോകുന്നു. പക്ഷെ ദൈവമാരെ നമുക്കറിയത്തില്ലല്ലോ. ദൈവത്തിന്റെ ശക്തി എന്ന് നമുക്കറിയാം, ദൈവം എന്താ ചെയ്യാൻ പോകും നമുക്കറിയാം, അറിയത്തില്ല. പക്ഷെ ഒന്ന്, അവൻ പറയുന്ന കേട്ടാൽ മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുന്ന മാതിരി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും, നിങ്ങളെ ഉയർത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ എന്റെ അനുഭവം ദൈവാത്മ പറയുന്നത് ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കലാരൂപത്തിലൊക്കെ പ്രസംഗം നിങ്ങൾ ഒരുപാട് യൂട്യൂബിൽ ഇഷ്ടംമാതിരി ഉണ്ടില്ലേ, കേട്ട് എന്തോ കിട്ടിയത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യത്യാസം വരണം. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പം അടുത്ത ആഴ്ച സജിഭാഷണം അടിക്ക് പറയണം, എന്റെ കുറെ കാര്യങ്ങളൊക്കെ നടന്നെന്ന്. വിടുതല് ലഭിച്ചത്, വിടുതല് അബ്രഹാമിനടിക്കാൻ പറഞ്ഞു, നിനക്ക് ഞാൻ വിടുതൽ തരാൻ പോവുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കി മാറ്റും. ഇത് 2ാം വാക്യത്തില് അത് ഭയങ്കര ഇതാ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാണ്. 2ാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നത്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. കേട്ടോ, ക്രിസ്തുവിന്റെ കൂടെ നടന്ന നിങ്ങളുടെ പേര് വലുതാക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവൻ അനുഗ്രഹിക്കും. ആ താഴെ എഴുതിയിരിക്കുന്നത്, നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്തൊരു പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ. അന്നേരം ചിന്തിച്ച നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ? നാം പറയോ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ, എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും. ആരെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടോ അവനെല്ലാം തകരപ്പെടും. ഹല്ലേലൂയ. ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് നീ മുഖാന്തരം നീ
ഈ ചർച്ച ഒരു അനുഗ്രഹമായി മാറും. ഈ രൂപമല്ല ഇനി വരും ദിവസങ്ങളിൽ. സഡൻലി, പെട്ടെന്ന്, ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ഈ ചർച്ചിനൊരു ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളൊരു അനുഗ്രഹമായി മാറും. ഞാൻ എൻ്റെ ചർച്ചിലെ കാര്യം പറയാം, എൻ്റെ അനുഭവം കൂടെ പറഞ്ഞു വരും കേട്ടോ. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന ദൈവദാസനോട്, എന്നോട് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നിൽക്കുന്നവരോട്, എല്ലാവരും ഒന്നുമില്ല പക്ഷെ കുറെ ആൾക്കാർ, കുറെ 90% ആൾക്കാർക്ക് ഭയങ്കര ജീവനാണ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ. ഞാൻ അവരെ വീട്ടിൽ വല്ലപ്പോഴും വിസിറ്റ് ചെല്ലത്തുള്ളൂ, ദൂരം ചെല്ലുന്ന മാതിരി. പക്ഷെ അവരെല്ലാ കാര്യങ്ങളും സാധിക്കും, സകലവിധ കാര്യങ്ങളും. ചില സാക്ഷ്യങ്ങൾ കേട്ട് നിങ്ങൾ അന്തം കിട്ടും. അങ്ങനെ സംഭവിക്കും. നിങ്ങൾ ചോദിക്കും, ഞാൻ പ്രാർത്ഥിക്കത്ത് പോലുമില്ല. ചില വീടുകളിൽ ചെന്നിട്ട് ഞാൻ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞിട്ട് പോത്തേ ഉള്ളൂ. രാവിലത്തെ ഞങ്ങൾക്ക് കൊറോണയിൽ തൊട്ട് തുടങ്ങിയ ഒരു ജൂം മീറ്റിംഗാണ്. 3.5-4 കൊല്ലമായി ഇന്ന് വരെ നിന്നിട്ടില്ല. 4 മണി തൊട്ട് എത്ര മണി തൊട്ട്? രാവിലെ 4 മണി തൊട്ട് 6:30 വരെ. നിങ്ങൾ ആരെങ്കിലും എഴുന്നേക്കൂ? കണ്ടിന്യൂ. ഞങ്ങളുടെ പിള്ളേരെ ഏറ്റെടുത്തിരിക്കോ. ഞാൻ ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് പറയും, ഇത് ഇനി നാളെ തൊട്ട് വേണ്ട. പിള്ളേർ അന്നേരം നിലവിളി, അല്ലല്ല, ഞങ്ങൾ ഇതിൽ അനുഗ്രഹം പ്രാപിച്ചു, ഞങ്ങൾ ഇതിൽ ഉയർച്ച പ്രാപിച്ചു, അതുകൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അവർ സാക്ഷി പറയും. എന്നെ അവിടെ ഫാദർ എന്നാണ് വിളിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഫാദർ വന്നിട്ട് പോയി. ഇന്നലെ തന്നെ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി. കാര്യം അവരുടെ വിശ്വാസമാണ്, എന്റെ വിശ്വാസമൊന്നുമല്ല. അവരെ, നിങ്ങൾ ഞായറാഴ്ച വരുന്നതിനെക്കാട്ട് മുന്നമേ ശനിയാഴ്ച നിങ്ങൾ തയ്യാറാവണം. ആരാധിക്കാൻ വരുന്നതിന് മുമ്പേ ശനിയാഴ്ച നിങ്ങൾ നിങ്ങളുടെ പ്രശ്നമൊക്കെ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ നാളെ ഞാൻ ദേവാലയത്തിൽ പോകുക, എന്റെ പ്രശ്നം ഇതാ, എന്റെ ബുദ്ധിമുട്ടുകള്, എന്റെ പ്രയാസങ്ങള്, എന്റെ രോഗങ്ങള്, ഇതിനൊരു വിടുതൽ ഇതുവരെ ആയില്ലപ്പാ. നാളെ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം കടന്നു വരണം, നിന്റെ പ്രവൃത്തി വെളിപ്പെടണം, എന്റെ ജീവിതത്തിനൊരു മാറ്റം വരണം. ഞാൻ പറയുന്നു, നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ആ വിഷയത്തിനൊരു മറുപടി ലഭിച്ചിരിക്കും. ശനിയാഴ്ച നിങ്ങൾ തയ്യാറെടുക്കുക. ശനിയാഴ്ച നിങ്ങൾ പറയണം. ദൈവത്തോട് സംസാരിക്കുന്ന ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ആരോട് സംസാരിക്കുന്നത്? നമ്മൾ ഈ മൊബൈൽ വന്നതിന് ശേഷം ഇല്ലയോ, ഭക്തിയൊക്കെ അങ്ങ് പോയി. ഇപ്പോഴത്തെ ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ പാട്ട് വെക്കുക, മൊബൈലിലെ പ്രസംഗം കേൾക്കുക. ഇതാണ് ഇപ്പോഴത്തെ. നിങ്ങൾക്കെന്തോ പ്രയോജനം? അവൻ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ ഉണ്ട്? നിങ്ങൾക്ക് വിടുതൽ വേണം. ഈ ബൈബിളൊന്ന് എടുക്കണം, ഇതൊന്ന് വായിക്കണം. ഇതങ്ങോട്ട് ഏറ്റു പറയുമ്പോഴാണ് വചനം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അവർ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഭൂമണ്ഡലിലെ സകലവിധ ജാതികളും നീ മുഖാന്തരം. ഒരുത്തനെ വിളിച്ചിട്ട് ദൈവം പറയും, നീ മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കുന്നു. നീ മുഖാന്തരം എല്ലാ വംശങ്ങളും നീ മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നാൽ നമ്മളാരാ? ഒന്ന് പറഞ്ഞേ. നമ്മളൊരു അനുഗ്രഹം. നമ്മളാരാ? നമ്മളൊരു അനുഗ്രഹം. നിങ്ങള് ദൈവത്തെ ചെറുതാക്കി ഒരിക്കലും കാണില്ല. നമ്മുടെ ദൈവമാണ് സകലത്തിലും മേലായ ദൈവം. ഈ സൂര്യനെ ഉണ്ടാക്കി അവനാ, ഈ ചന്ദ്രനെ ഉണ്ടാക്കി അവനാ, ഈ ഗ്രഹത്തെ ഉണ്ടാക്കി അവനാ, എല്ലാ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി അവനാ. കൽപ്പക്ഷ്യം, മൃഗരാക്ഷ്യം, ദക്ഷിണ നക്ഷത്ര എന്ന് വേണ്ട സമുദ്രം, ജല, വായു എല്ലാത്തിനും ഉണ്ടാക്കി അവനാ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യമായത് നമുക്കാ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ ദൈവത്തിന് ഇന്നും ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആ ദൈവം തന്നെ, പക്ഷെ നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ എന്ന് ഒരു അബ്രഹാം ആവോ, അന്ന് അബ്രഹാമിന്റെ വചനമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അല്ലേ? ഇത് നീ വലിയൊരു ജാതിയായി. 3 യുഗം അതിലെ പെട്ടെന്ന് പറഞ്ഞാൽ തീർക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ അബ്രഹാമിന്റെ യുഗം കഴിഞ്ഞ് 15-ന്റെ 1 വായിച്ച്, ഉൽപ്പത്തി 15-ന്റെ 1 ജൽദി പെട്ടെന്ന്. ദർശനത്തിൽ
ഒരു അരുളപ്പാടുണ്ടാവും. അബ്രഹാമിന് ദൈവം കൊടുക്കുക, അബ്രഹാമെ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം. കുറച്ച് വർഷം കഴിഞ്ഞപ്പോ ദൈവം അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്റെ വേറൊരാളെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ ദൈവത്തെ ആർക്ക് കൊടുക്കും? അബ്രഹാമിന് കൊടുക്കുക. അബ്രഹാമിന് ദൈവം തന്നെ ദൈവത്തെ കൊടുക്കുക. ഞാൻ നിന്റെ പ്രതിഫലം, ഞാൻ നിന്റെ പ്രതിഫലം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ദൈവമാ എന്ന് നിങ്ങൾ അത് ഏറ്റു പറയും, എന്ന് നിങ്ങൾ വിശ്വസിക്കും. അതിലാണ് നിങ്ങളുടെ അത്ഭുതങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രതിഫലം, ഞാൻ നിന്റെ പരിചയം, അതിമഹത്തായ അതിമഹത്തായ ബ്രേക്കിൽ ഒരു ഇതില്ല. വ്യക്തമായി വിളിച്ചിട്ട് പറയാ, ഈ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണം. അവന്റെ ജീവിതത്തിൽ അതിമഹത്തായ ഒരു സംഭവം നടക്കണം. കാര്യം അവൻ ജനിച്ചപ്പം തൊട്ടേ അവന് കാഴ്ചയില്ലാത്തവനാ. അവന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരണം. അവൻ വിളിച്ചു കൂവാൻ തുടങ്ങി, എനിക്കൊന്ന് വിടുതൽ വേണം. ദാവീദ് ഗോത്രത്തിൽ ജനിച്ചവന്, ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് ലോകത്തിൽ വെളിപ്പെട്ടവന്, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം എന്നാണ് വിളിച്ചു പറഞ്ഞത്. നടന്നു പോവ യേശു. കുറച്ചു നേരം അവന്റെ പ്രാർത്ഥന കേട്ടില്ല, കുറച്ചു നേരം അവനെ ശ്രദ്ധിച്ചില്ല, കുറച്ചു നേരം അവനെ മൈൻഡ് ചെയ്തില്ല. വചനം ഇങ്ങനെ പറയുന്ന, അവൻ വീണ്ടും വീണ്ടും അത്യുത്തത്തിൽ നിലവിളിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നോട് മനസ്സലിയണേ. ഇത് യാക്കോബിന്റെ ഒരു പ്രാർത്ഥന. യാക്കോബ് എന്താ പറഞ്ഞു? നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടത്തില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ദൂതൻ പറയുന്നത് എല്ലാരും കാണും, എല്ലാരും ശ്രദ്ധിക്കും. നീ എന്തേ കാണിക്കാൻ പറ? ആര് കാണുവോ കാണാതിരിക്കോ എനിക്ക് പ്രശ്നമല്ല, നീ എന്നെ അനുഗ്രഹിക്കണം. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ദൈവമായിട്ട് മല്ല് പിടിക്കാൻ തയ്യാറാണോ? വ്യർത്ഥമായി നിലവിളിക്കുന്ന നിങ്ങൾ നിലവിളിക്കാൻ തയ്യാറാണോ? ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു ആലോചന പറയാം. നിങ്ങളുടെ കണ്ണുകൾ ഇന്ന് തുറക്കും, നിങ്ങളുടെ കെട്ടുകൾ ഇന്ന് പൊട്ടും, നിങ്ങളുടെ ശാപങ്ങൾ ഇന്ന് മാറും. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേക ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ദാവീദ് പുത്ര എന്നോട് മനസ്സലിയും. യേശു വിളിച്ചിട്ട് പറയാ, അവനെ വിളിക്കും. എന്ത് പറയുന്നു? ഞാൻ നിനക്ക് എന്തോ ചെയ്യും. യേശുവിനറിയത്തില്ല അവൻ പൊട്ടക്കണനാണ്, യേശുവിനറിയത്തില്ല അവൻ ശാപത്തിൽ ജനിച്ചവനാണ്, യേശുവിനറിയത്തില്ല അവനെ കാഴ്ചയില്ലെന്ന്. പക്ഷെ യേശു അവന്റെ വായിന്ന് വരുന്ന ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? വിശ്വാസത്തോട് ചോദിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ അടുക്കൽ യേശു കടന്നു വന്നിട്ട് പറയും, ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു, നിന്റെ മറുപടി ഞാൻ തന്നിരിക്കുന്നു, നിന്റെ പ്രയാസങ്ങളെ ഞാൻ മാറ്റിയിരിക്കുന്നു, നിന്റെ വേദനകളെ ഞാൻ മാറ്റിയിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ആലിയ ഒരു വ്യത്യാസം ഞാൻ വരുത്താൻ പോകുക. ഭർത്തമായിരിക്കും ദൈവം ഇങ്ങനെ പറഞ്ഞ്, നിന്റെ വിശ്വാസം നിന്നെ ഭർത്തമായി അധികം ചെയ്തൊന്നുമില്ല. ചെറിയൊരു പ്രാർത്ഥന. ദാവീദ് പുത്ര എന്നോട് 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 അതിമഹത്തായ പ്രതിഫലം ദൈവം അവന് കൊടുക്കേ. അവന്റെ ജീവിതത്തിൽ വേണ്ടുന്ന അതിമഹത്തായ പ്രതിഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ജനിച്ചപ്പം തൊട്ട് അന്ധനാണ്, കുരുടനാണ്, അവനെ കാണാൻ പറ്റത്തില്ല, അവന്റെ കണ്ണ് അല്ല കെട്ടപ്പെട്ട് കിടക്കുക. ദൈവം അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം. ഇന്ന് നിങ്ങൾ എവിടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കും. കണ്ണുകളെ തുറക്കും. നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മള് വ്യത്യസ്തരായിരിക്കണം. നമ്മള് പറഞ്ഞേ, എല്ലാ ചർച്ചക്കാരുടെയും കൊണ്ട് നിങ്ങൾ ആകണം. ഞങ്ങളുടെ അജ്മീർ ഒരുപാട് ചർച്ചകളുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആൾക്കാരെ കണ്ടാൽ എല്ലാവർക്കും അറിയാം, ഇത് ശക്കരുടെ ആളാ, ഫാദറിന്റെ ആളാന്ന് പറയും. കാര്യം അവർ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാഷ റിയലി നിങ്ങൾ ചിരിക്കും. അവരുടെ രൂപത്തിന് വ്യത്യാസം വരും. പിന്നെ ഈ ബോട്ടി പോലൊന്നും ആവശ്യമില്ല, വേറെ ലെവലിൽ തൂക്കേണ്ട കാര്യമില്ല. എന്റെ യൂട്യൂബ് ഞങ്ങളുടെ ലൈവ് എടുത്ത് നോക്കിയാൽ മതി. അവർ ടോട്ടൽ വ്യത്യാസമായി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അഭിഷേകം നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വ്യത്യാസം വരും. അഭിഷേകം നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരും. അന്നേരം ദൈവം എന്തോ അബ്രഹാമിനടിക്ക് പറയുന്നത്, നിന്റെ അതിമഹത്തായ
പ്രതിഫലവും പിന്നെന്താ പറഞ്ഞേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇല്ലയോ? ഇതിനകത്ത് എഴുതിയിരിക്കും, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലം. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ വചനത്തിൽ കയറി വരണം. ഇവിടുന്ന് അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴാണ് ഇസാക്ക് വരുന്നത്. ഇസാക്ക് കുഴിച്ച് കിണർ കുഴിച്ച് മടുത്ത്. ആരാ? വാഗ്ദത്തം പ്രാപിച്ചവന്റെ സന്തതിയാ. അതും ഡയറക്റ്റ് വാഗ്ദത്തം പ്രാപിച്ചവൻ. ഇടയിൽ ആരുമില്ല. അവന്റെ സന്തതി ഭാരപ്പെടുക ഒരു തുള്ളി വെള്ളത്തിന്. എന്നും കിണർ കുഴിപ്പ. ദുഷ്ടം വന്ന മണ്ണിന്റെ മൂടി, ഒരു രക്ഷയില്ല. അവൻ വീണ്ടും കുഴിക്കും, വീണ്ടും മൂടും, വീണ്ടും കുഴിക്കും, വീണ്ടും മൂടും. അവൻ ഇങ്ങനെ ചോദിച്ചാണ്, കർത്താവേ, ഇതിനെപ്പോ ഒരു വിടുതൽ സംഭവിക്കും, ഇതിനെപ്പോ ഒരു വ്യത്യാസം വരും. അവൻ കുഴിച്ചു പോവും. എമാരെ മണ്ണിട്ട് മൂടി വരും. എന്നാൽ സീസൺ ആയപ്പോൾ, ദൈവത്തിന്റെ പ്ലാൻ അവന്റെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ അവിടെ വിതച്ചു, 100 മേനി കൊയ്തു. വിതച്ചു. അവൻ അവിടെ ഒരു കുഴി കുഴിച്ചു. പിന്നെ ആരും മണ്ണിടാൻ, പിന്നെ അവന്റെ അപ്പം കുഴിച്ച കുഴി പോലും അവൻ പിടിച്ചെടുത്തു. നഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കുന്നതിന് അഭിഷേകം എന്ന് പറയുന്നത്, കളഞ്ഞു പോയതിനെ തേടി വരുന്ന അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിന്ന് വെറും കൈയോടെ ഇവിടുന്ന് പോകല്ലേ. നീ പോകുമ്പോ ഒരു അഭിഷേകം പ്രാപിച്ചു വേണം പോകാൻ. നീ ഏതിനു വേണ്ടി പോകുമോ, ഏതിനു വേണ്ടി വന്നോ, ഒരത്ഭുതം പ്രാപിച്ചിരിക്കണം. ഞാൻ എന്റെ വിശ്വാസം ഇടിക്കുക പറയുന്നത്, നീ എന്റെ കൂടാണ് അനുഗ്രഹം പ്രാപിച്ചാൽ പറ്റത്തുള്ളൂ. നീ മേടിക്കുന്നതല്ല, കൊടുക്കണം എന്ന് പറഞ്ഞ്. നിങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നില്ലേ? നമ്മൾ നിന്നെ തലയല്ല വാലാക്കാന്ന് പറയുമ്പോ എന്തോ സംഭവം, എന്തോ ചാട്ടമായി. ആ തല ഇന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഇത് പറഞ്ഞു, നിന്റെ മോള് നാളെ ജപ്പാനിൽ പോകുന്നു പറഞ്ഞ, ഇതേപോലെ ദൈവാസനെ ഭാഷയെ കണ്ടിട്ടില്ല. ആ കൊച്ചു പോത്തുമില്ല. പോയതെല്ലാം ഇപ്പൊ തിരിച്ചു വരാനിരിക്കുക. ആകെ പ്രശ്നമാണ്. കാനഡ പ്രശ്നമായി, അമേരിക്ക പ്രശ്നമായി, എല്ലായിടും പ്രശ്നം. നിങ്ങളൊന്നും കട്ടിപ്പണിയൊന്നും കാണിക്കുക. ഉള്ള വീടൊന്നും വിറ്റ് അമേരിക്കയിലൊന്നും പോയി കളയല്ലേ. നാളെ അമേരിക്കക്കാരൻ പറയാം പോടാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? അങ്ങനെ സംഭവിച്ചു. എഴുതിയിട്ടു. ഇവിടുന്ന് കെട്ടുപറഞ്ഞ് പോയില്ലേ, തിരിച്ചു വരും. അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഒരു രാജസ്ഥാനി വന്ന് ഇങ്ങനെ ആലോചന പറഞ്ഞിട്ട് പോയി, ദൈവം വന്ന് ഞങ്ങളുടെ പടോസിയായിട്ട്. സോ മേരല്ലോ ഞാൻ നിങ്ങളുടെ ഇന്നൊരു കാര്യം പറയാം. നിങ്ങൾ മൂടി വെച്ചതെല്ലാം ദൈവം ഇന്ന് തുറന്നു തരാൻ പോകും. മൂടി വെച്ചത് പിശാച് മൂടി, നിങ്ങളുടെ അനുഗ്രഹത്തെ മറച്ചു വെച്ചത് പിശാച് മൂടിയിട്ടിരിക്കുന്നത് ദൈവം ഇന്ന് തുറന്നു തരും. വിശ്വസിക്കണം, ദൈവം തുറക്കും. മൂന്നാമത്തെ യുഗത്തിൽ, എന്റെ സമയമില്ലാത്ത ഞാൻ ഓടിപ്പോവുക, മൂന്നാമത്തെ യുഗത്തിലുള്ളതാണ് യാക്കോബ്. കൊച്ചുമാണ്. പക്ഷെ ഇപ്പൊ എവിടെ? 14 വർഷം അടിമപ്പണിയാണ്. ആൾക്കാർ ചോദിക്കത്തില്ല, എടാ നിന്റെ അപ്പനെ, നീ വലിയ വാചോടിക്കുമല്ലായിരുന്നോ, നിന്റെ അപ്പനെ ദൈവം വിളിച്ചു അനുഗ്രഹിച്ചു, നിന്റെ വല്യപ്പനെ ദൈവം വിളിച്ച് അനുഗ്രഹിച്ചു. ഇപ്പൊ നിനക്കോ? ഞങ്ങളുടെ തിന്നുന്ന, ഞങ്ങളുടെ ചെയ്ത് ഇതെല്ലാം കേട്ട് പുള്ളിക്കൊരു വേദന. പുള്ളി മുട്ടിൽ നിന്ന് ഒറ്റ കരച്ചിൽ. അന്നേരം ദൈവം ഒരു ദർശനം കൊടുത്തു. 3 മരത്തെ കാണിച്ചു. 3 മരത്തെ കാണിച്ചിട്ട്, നീ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും. പെട്ടെന്ന് അതും കൂടെ എടുത്തിട്ട് ഉൽപ്പത്തി, എൻ്റെ എല്ലാം ഹിന്ദി ബൈബിളാണ് എല്ലാം ഇത് എഴുതി. ആ 32 അതിന് 22 തൊട്ട്, ഉൽപ്പത്തി 32 22 തൊട്ട്. ആ
അല്ല സോറി 37 തൊട്ടൊന്ന് വായിക്കാം. ആ ആ ആ ആ ആ ആ ഒന്നുമില്ലാത്തവന് നല്ലോണ്ടൊക്കെ ചീത്ത വിളി കേട്ടോണ്ട് കിടക്കുക. പക്ഷെ 14 വർഷം കഴിഞ്ഞപ്പോ ദൈവം ഒരു ദർശനം കൊടുക്കുക. എന്തോ ചെയ്യണ്ടേ? യാക്കോബിന് പുന്നവൃക്ഷം, ബദാം വൃക്ഷം, പിന്നെ അതിനെ എടുത്ത് അവിടെ ഇവിടെ തൊലിച്ചെത്തി. അത് വലിയൊരു സ്റ്റോറിയാണ്. പക്ഷെ എന്റെ ഈ സമയം നമ്മൾ ചില ചെയ്യുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ചില ചെയ്യുന്നത്. നമ്മൾ നടക്കുമ്പോഴാണ് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ പറയുമ്പോഴാണ് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ചില നോക്കുമ്പോഴാണ്. അബ്രഹാമിന്റെ അടിക്ക് പറഞ്ഞ് നീ നടക്കാനാ പറഞ്ഞ ഇല്ലയോ? ആ ദേശമെല്ലാം ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞു. നീ നോക്കാനാ പറഞ്ഞ, നോക്കും. ചിലത് ചെയ്യണം. നമ്മുടെ ഈ പാരമ്പര്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ കൂടെ നടക്കാൻ പഠിക്കണം. വചനം എടുത്ത് നടക്കാൻ പഠിക്കണം. നിങ്ങളുടെ ജീവിത അനുഗ്രഹം പ്രാപിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാമിന്റെ കൊച്ചുമോന്, വാഗ്ദത്തം പ്രാപിച്ചവൻ, ദർശനം കിട്ടിയവന്, ദൂതന്മാരെ കേറിയും ഇറങ്ങുകയും ചെയ്യുന്ന കണ്ടതാ. പക്ഷെ ഇപ്പം കിടക്കുന്ന ഒന്നുമില്ലാതെ, സീറോയില്ല. ഞാൻ നിങ്ങളുടെ ഇന്ന് ഒരു ആലോചന പറയാൻ ആഗ്രഹിക്കുന്നു. സീസൺ നിങ്ങളുടെ, സീസൺ നിങ്ങളുടെ, സീസൺ നിങ്ങളുടെ, സീസൺ നിങ്ങളുടെ. നിങ്ങൾ വിശ്വസിക്കാമോ? സീസൺ നിങ്ങളുടേതാ. 14 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഒരു അരുളപ്പാട്, ദൈവത്തിന്റെ ഒരു ദർശനം. യാക്കോബേ, നീ ഇങ്ങനെ കിടക്കേണ്ടിയോനല്ല, നീ സമ്പന്നനാകേണ്ടിയോനാ. നീ സമ്പന്നനാ, കാര്യം നീ എന്റെതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ചിലത് ഒരു മൂന്നാമത്തെ യുഗത്തിൽ വന്നപ്പോൾ ഇവിടം തൊട്ടാണ് അബ്രഹാമിനോട് നിന്നെ വലിയൊരു ജാതിയാക്കും. പക്ഷെ മലയാളത്തിലാണത്. പക്ഷേ ഇംഗ്ലീഷിലൊക്കെ എഴുതി നിന്നെ കൺട്രി ആക്കുന്ന എഴുതി. ഇവിടം തൊട്ടാണ് യാക്കോബിന്റെ സീസൺ തുടങ്ങുന്നത്. ഇവിടം തൊട്ടാണ് യാക്കോബിന്റെ പേര് മാറാൻ തുടങ്ങുന്നത്. ഇവിടം തൊട്ടാണ് യാക്കോബ് ഇസ്രായേൽ ആവുന്നത്. ഇവിടം തൊട്ടാണ് 12 ഗോത്രത്തിലോട്ട് ജനത്തെ ദൈവം ആരില് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വിശ്വസിക്കുക, പക്ഷേ ഇത് വലിയൊരു ട്രാൻസ്ഫർ ആയി മാറും. 12 ജാതികൾ കയറി വരും. നിങ്ങളുടെ ജീവിതത്തിലെ കെട്ട് പൊട്ടിയിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾ ഈ ഇരിപ്പായിരിക്കത്തില്ല ഇരിക്കുന്നത്. ഈ ഇരിപ്പായിരിക്കത്തില്ല, ഈ ഇരിപ്പായിരിക്കത്തില്ല. ഞാൻ അനുഗ്രഹം അങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ട്, എന്റെ വിശ്വാസത്തിൽ അനുഗ്രഹം പ്രാപിക്കണം. ഞാൻ സൈക്കിളെ വരുന്നവരടിക്കുക പറയും, ഈ കൊല്ലം തന്നെ നീ കാറി വേണം. അങ്ങനെ ഞങ്ങൾ ആൾക്കാർ ചെയ്യാറുണ്ട്. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ തെണ്ടാനുള്ളതല്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാൻ ഒരിക്കലും പാടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ക്യാൻസറൊക്കെ സൗഖ്യമായി കഴിഞ്ഞ് ഇവിടുന്ന് കേരളത്തിൽ ദൈവസമരമൊക്കെ വരും. ഭയങ്കരമായിട്ട് വലിയ വീരവാദം അടിച്ചൊക്കെ ഭാഷ വരുന്നത്. അവിടെ ഒന്ന് ഈച്ച പോലും അങ്ങോട്ട് പറക്കത്തില്ല. ലാസ്റ്റ് ഞാൻ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ രോഗികളൊക്കെ സൗഖ്യമാകുമ്പോൾ അവര് ഒരാലൻ ലാസ്റ്റ് പറയുന്നത് പാഷന്റെ മേലെ ഈ അഭിഷേകം ഇട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. എത്രമാത്രം നമ്മൾ താഴുമോ അത്രമാത്രം നമ്മൾ ഉയർത്തും.
നിങ്ങൾ ഇന്ന് നിങ്ങളെ താഴ്ത്താൻ തയ്യാറാണ്. 3 യുഗം. ഒന്ന് അബ്രഹാമിന്റെ യുഗം. 75 വയസ്സുള്ള ഒരു അബ്രഹാമിനെ വിളിച്ചിട്ട് പറയാം, നീ എന്നെ വലിയൊരു ജാതിയാക്കി മാറ്റുമെന്ന്. കുഞ്ഞുങ്ങളുടെ ഒരു സ്മെല്ല് പോലും അവന്റെ ശരീരത്തിൽ നിന്ന് ഇവരെ ലഭിച്ചിട്ടില്ല. അവനോട് പറഞ്ഞ് നീ വലിയ ജാതിയാവും. ഒന്ന് ഞാൻ നിങ്ങളുടെ പറയാം, ദൈവം നിങ്ങളോട് എന്തെങ്കിലും വാക്യം പറഞ്ഞിട്ടുണ്ടോ ഈ ദിവസങ്ങളെ തുറന്നു വരും. 2025 തീരുന്നതിന് മുന്നമേ നിങ്ങളുടെ മേളിൽ അഭിഷേകം വ്യാപരിക്കും. അഭിഷേകം നിങ്ങളുടെ കെട്ടുകളെ പൊട്ടും. ആ കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പരിസ്ഥിതിക്ക് വ്യത്യാസം വരും. പരിസ്ഥിതിക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ വേലയിൽ എല്ലാം അത് വെളിപ്പെടാൻ തുടങ്ങും. വ്യത്യാസം വരും. വാക്തത്വം അല്ലെങ്കിൽ 14 കൊല്ലം കടന്ന മതിയെന്ന്. ഇനി നിന്റെ സീസണാണ്. നീ അസമ്പന്നനാകാൻ പോകുന്നേ, അവനല്ല. ഇന്നലെ വരെ അവൻ സമ്പന്നന പക്ഷെ ഇനി തൊട്ട് നിങ്ങൾ സമ്പന്നനാവും. ഇന്നലെ വരെ അവൻ സമ്പന്നനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭാഷന് വെളിപ്പാട് മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇന്നലെ വരെ നീ ദാസനായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണ യാക്കോബിന്റെ മേളിൽ വന്നപ്പോൾ, ദൈവത്തിന്റെ ശക്തി യാക്കോബിന്റെ മേളിൽ വന്നപ്പോൾ, ദൈവത്തിന്റെ വചനം യാക്കോബിന്റെ മേളിൽ വന്നപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് യാക്കോബിന്റെ മേളിൽ വന്നപ്പോൾ, ദൈവത്തിന്റെ വചനം അവന്റെ മേളിൽ വന്നപ്പോൾ അവൻ മാറി, ഇസ്രായേലായി മാറിയ ഇസ്രായേൽ എന്ന് വെച്ചാൽ നിന്റെ കെട്ട് പൊട്ടിരിക്കുക. ഹല്ലേലൂയ, നിന്റെ കെട്ട് പൊട്ടിരിക്കുക. ദൂതൻ വന്നിരിക്കുക. ദൂതനോട് മല്ലടിക്കുന്നത്. ഇന്നലെ വരെ മനുഷ്യനോട് മല്ലടിച്ചെങ്കിൽ ഇന്നവൻ ദൂതനോട് മല്ലടിക്കുന്നത്. എന്റെ വിശ്വാസികളെ, ഞാൻ നിങ്ങളിലേക്ക് പറയാം, നിങ്ങൾ ഇന്ന് തൊട്ട് ദൂതനോട് മല്ലടിക്കാൻ പോകുന്നത്. ഇന്നലെ വരെ മനുഷ്യനോട് നിങ്ങൾ മല്ലടിച്ചെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ ദൂതനോട് മല്ലടിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ അവൻ സാധിച്ചു തരും. ദൈവം നിങ്ങൾക്ക് ഒരു ചേഞ്ച് തരാൻ പോവാ. ഇതിനകത്ത് ഈ തുണിക്കടക്കാരൊക്കെ കയറി വരും. ചില തൂങ്ങിച്ചാവാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. വെപ്രാളം എടുത്ത് ഓടി കിതച്ച്, എന്താ പറയുന്നത്, ശ്വാസം എടുത്ത് എന്താ ഓടി അവരകത്ത് കയറി വരും. ചർച്ച അനുഗ്രഹം പ്രാപിച്ച നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ചർച്ച അനുഗ്രഹം പ്രാപിച്ചാൽ നിങ്ങളും പറഞ്ഞത് ഞാനും അനുഗ്രഹം പ്രാപിക്കുന്നു. പറഞ്ഞേ, നിങ്ങൾക്ക് അസൂയുണ്ട്? എത്ര ആൾക്കാർ അസൂയുണ്ട്? കൈ നോക്കി. ചർച്ച അനുഗ്രഹം പ്രാപിച്ചാൽ ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു. ഇതാണ് മലകളുടെ കുഴപ്പം. അതുകൊണ്ട് നമ്മൾ ഇന്നും അങ്ങനെ തന്നെ കിടക്കുന്നത്. നിങ്ങൾ എന്ന് നിങ്ങളുടെ മസിലൊക്കെ ഒന്ന് വിടുവോ? ഞാനൊരു എഞ്ചിനീയറാണ്. എനിക്ക് കെമിക്കൽ കമ്പനി ഉള്ളവനാണ്, എഞ്ചിനീയറിംഗ് കമ്പനി ഉള്ളവനാണ്. ഇതെല്ലാം കളഞ്ഞ ഞാൻ ഇറങ്ങിയത്. എന്നോട് ഈ ദൈവം പറഞ്ഞെന്തെന്ന് പറയാം, നിന്റെ ബുദ്ധി യുക്തിയൊന്നും എനിക്ക് വേണ്ട, അത് നിന്റെ കൈ വെച്ചേക്കാനാ പറഞ്ഞു. ഞാൻ ഡിസൈൻ ചെയ്യുന്നതാണ് വെസൽസുകൾ, വലിയ വലിയ വെസൽസുകൾ, വലിയ വലിയ കെമിക്കലിന്റെ വെസൽസുകൾ ഞാൻ ഡിസൈൻ ചെയ്യും. അന്നേരം എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്നെ കാണുന്നുണ്ട്, പ്രത്യേക സെക്യൂരിറ്റിയാ പുറത്ത്, അവന്റെ പെർമിഷൻ കിട്ടിയേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. ഇല്ല, കമ്പനി ഒരുത്തരെ എന്റെ അടുക്കൽ കയറ്റിവിടത്തില്ല. കാര്യം അവന്റെ രഹസ്യമായിട്ടുള്ള വെസലുകളുടെ സാര ഡ്രോയിങ്, എല്ലാ ഡ്രോയിങ് എന്റെ കയ്യിലാണ്. അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ അതൊക്കെ അങ്ങ് മാറ്റിവെക്കണം. അതിൽ ഞാൻ ഉപസിച്ചു. അതെല്ലാം അഴിയട്ടത്, അതെല്ലാം വിട്ടുപോട്ടത്. എന്നെ മേളിൽ നിന്നെടുത്ത് താഴെ ഇട്ടു. ലാസ്റ്റ് വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തിന്നാനൊന്നുമില്ല, ഉടുക്കാനൊന്നുമില്ല. എന്റെ ഭാര്യ 1 കൊല്ലം 2 സൽവാർ സൂട്ടല്ല നടന്നത്. 2, അതും മൊത്തം കാണാം. ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ദൈവം കൊണ്ടുവന്ന പോക്ക. ഒരു സമയത്ത് പെട്ടിയും അലമാരിയും നിറഞ്ഞിരുന്നത്, പക്ഷെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഒരു സമയം ഇങ്ങനായി, ഉടുക്കാൻ തുണി പോലും ഇല്ലാതായി, കഴിക്കാൻ ഒന്നുമില്ലാതായി, താഴെ കിടക്കുക. ഒരു മനുഷ്യനില്ല ഞങ്ങളെ സഹായിക്കാൻ, ഒന്ന് വിളിച്ചു ചോദിക്കാൻ ഇതില്ല. എല്ലാവരും ഇതേ പറഞ്ഞുള്ളൂ, ഇതെന്തോ എന്തിനാണ് നീ ഇറങ്ങി, ഇതിന് വല്ല ആവശ്യമുണ്ടോ? ഒന്നും വേണ്ടിയില്ല, എന്റെ അടുക്ക പറയാനൊന്നുമില്ല. പക്ഷെ ദൈവം കൈവിട്ടില്ല.
നിങ്ങളെ നിങ്ങൾ താഴ്ത്താമോ? എൻ്റെ അപ്പച്ചൻ്റെ ഒരു സ്വഭാവമുണ്ട്. അവർ യാക്കോക്കാരാണ്, കട്ടർ യാക്കോക്കാർ. അതിൽ നിന്ന് വിശ്വാസത്തിൽ ഇറങ്ങണമെന്ന് ഏത് ദൈവാസന്മാർ വന്നാലും അവർ തോളലൊരു തോർത്ത് കിടക്കും. അറിയാം, എനിക്കറിയത്തില്ല, ഇവിടുത്തെ അപ്പച്ചന്മാർക്കൊക്കെ അറിയാം. എനിക്ക് തോളലൊരു തോർത്ത് കിടക്കും. ഏത് ദൈവാസന്മാർ വന്നാലും ഞാൻ കണ്ടിരിക്കും ഇങ്ങനെ തോർത്ത് കിടക്കും. എന്നെക്കാട്ടിലും പൊക്കമുണ്ട് എൻ്റെ ഫാദറിന്. എന്നെക്കാട്ടും നല്ല ഹൈറ്റും വെയിറ്റും, എന്നെക്കാട്ടിലും ഭയങ്കര സുന്ദരനാണ്. 99 വയസ്സ് വരെ പുള്ളി ഓടി നടന്ന മരിക്കുന്നത്. ഇങ്ങനെ ആര് ദൈവാസന്മാർ വന്നാലും പുള്ളി ഈ തുവാല ഇങ്ങനെ എടുത്തിട്ട് കൈ തൊഴുത സ്വീകരിക്കുന്നത്. കൈ തൊഴു. ഇനി ആരെന്ന് പുള്ളിക്ക് അതൊന്നും പ്രശ്നമല്ല. കൈ തൊഴു. ഞാൻ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മച്ചിയുടെ ആഗ്രഹമായിരുന്നു ഞാൻ വേലയ്ക്ക് ഇറങ്ങണം. എന്നെ നേർന്നതാ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങത്തൊന്നും. ഞാൻ ഭയങ്കര സാധനം, ഞാൻ ദൈവത്തിന് കൊടുക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് 20,000 രൂപ ശമ്പളമുണ്ട്. 20,000 ശമ്പളത്തെ 20,000 രൂപ ദൈവലേക്ക് കൊടുക്കും. കാര്യം കൈക്കൂലി. ദൈവം എന്നെ വേലയ്ക്ക് ഇറക്കാൻ. $5,000 ഞാൻ എൻ്റെ കാര്യങ്ങൾ നടത്തും. 5,000 അന്നത്തെ കാലത്ത് ഒരുപാടാണ്. അന്നത്തെ കാലത്ത് 20,000 എന്ന് പറയുന്നത് ഇന്നത്തെ 2.5 ലക്ഷത്തിനേക്കാട്ട് വിലയുണ്ട്. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത്, നിന്റെ ബുദ്ധിയും യുക്തിയും എനിക്ക് വേണ്ട. ഞാനങ്ങ് താന്നു. തിന്നാനൊന്നുമില്ല, പറയാനൊന്നുമില്ല, ഉടുക്കാനൊന്നുമില്ല, പിന്നെ എന്തോ കണ്ടടാ പൊങ്ങുന്നു. ഞാനങ്ങ് താന്നു. ദൈവത്തിന് മനസ്സിലായി, അവൻ താന്നു. ശരീരത്തിൽ കൂടെ ചോര പോകാൻ തുടങ്ങി. വെള്ളം കുടിച്ച് ഛർദ്ദിക്കാൻ തുടങ്ങി. എന്റെ ഛർദില് ഈ ടൈൽസിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടുവരും. ആസിഡ് പുറത്തു വരാൻ തുടങ്ങി. ദൈവത്തിന് മനസ്സിലായി ഒരുപാടായി. പിന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ തുടങ്ങി. അന്നോട്ട് ഇന്ന് വരെ എന്നെ താഴ്ത്താൻ അവൻ സമ്മതിച്ചിട്ടില്ല. എപ്പോ എനിക്ക് തോന്നി എനിക്ക് ശകല അഹങ്കാരം ഉണ്ടെന്ന് തോന്നുമ്പോൾ ഞാനങ്ങ് ഉപസിക്കും. വെള്ളവും കളഞ്ഞ് ആഹാരം കളഞ്ഞ് ഞാനങ്ങ് ഇരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ശരി താഴ്ന്നു കാണുമ്പോൾ വീണ്ടും എഴുന്നേക്കും. വീണ്ടും ശുശ്രൂഷ ഭയങ്കരമായിട്ട് അങ്ങ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മറ്റുള്ളവരെക്കാട്ടും വ്യത്യസ്തരായിരിക്കണം. 1, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. 2, ഭയങ്കരമായ അഭിഷേകം പ്രാപിക്കണം. 3, സഭയ്ക്ക് വേണ്ടി നിങ്ങൾ നട്ടലായി നിൽക്കണം. എങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സഭയ്ക്ക് നട്ടലായി നിന്നാൽ, ഞാൻ എൻ്റെ കാര്യം പറയുന്നു, എൻ്റെ സഭയിലെ കാര്യം പറയുന്നു, എൻ്റെ കൂടെ വിശ്വസ്തരായിട്ട് നിൽക്കുന്നവരെല്ലാം ദൈവം ഉയർത്തി വാഴും. ഭയങ്കരമായിട്ട് ഉയർത്തി. റൊട്ടി കഴിക്കാൻ ഒന്നുമില്ലെന്ന്. ഇന്ന് അവന്റെ കയ്യിലേക്ക് 30-40 ലക്ഷം രൂപയുടെ വണ്ടികളാണ് ഉള്ളത്. ഞാൻ വെച്ചാൽ ജീവനം. ഞാൻ പറഞ്ഞാൽ അപ്പുറത്തോട്ട് പോത്തില്ല അവർ. ഞാനൊന്ന് എഴുതിപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ ഇന്ന് ദൈവത്തോടെ പറഞ്ഞു, ദൂതന്റെ ഒരു എൻകൗണ്ടർ ചലിക്കാം. ദൂതൻ, നിങ്ങൾ വന്നായിട്ട് തിരിച്ച് കാലിയായി പോകൻ. കാലിന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കൈയോടെ നിങ്ങൾ പോകൻ. നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ചു ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞു. വിടുതൽ നടക്കട്ടെന്ന് പറഞ്ഞു. കണ്ണുകളൊന്ന് അടച്ചു ദൈവത്തോടൊന്ന് പറഞ്ഞ്, കർത്താവേ, ഒരു വ്യത്യസ്ത ജീവിതം എനിക്ക് വേണം. ഒരു വ്യത്യസ്ത അനുഗ്രഹം എനിക്ക് വേണം.
എന്നാൽ ദൈവാത്മാവോട് ഇങ്ങനെ പറയാൻ പറയും, ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ്, അതായത് 2025 തീരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ സംഭവിക്കും. പ്രാർത്ഥനയ്ക്ക് ചില മറുപടികൾ ഉണ്ടാവുന്നു. ദൈവാത്മാവ് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ ചില വേദന നിന്റെ ദേഹം ചിലതൊക്കെ നിനക്ക് നഷ്ടപ്പെടും. ദൈവാത്മാവോട് പറയുന്നു, അതിൽ ചില പിശാചിന്റെ കാര്യത്തിൽ നെക്കി നിനക്ക് കിട്ടാനുള്ള ദൈവം വിശ്വസിക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നിങ്ങളോട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ദൈവത്തിൽ ഏൽപ്പിച്ചാൽ ചില വാടികൾ ദൈവത്തിൽ കൊണ്ടുപോകും, ചില തടഞ്ഞത് ദൈവത്തിന് ആത്മാവിനോട് ഇങ്ങനെ പറയാൻ ഈ ദിവസങ്ങൾ the name of Jesus, the name of Jesus. നിന്റെ മുന്നിൽ വലിയ പ്രാർത്ഥിക്കുന്നതായിട്ട് ദൈവാത്മാവ്. എന്നാൽ ഇന്ന് അതിനെ ദൈവം അടിത്തുടങ്ങി. യശയ്യാ 40 പറയുന്ന മാറി അതിന്റെ സമഭൂമിയാക്കി മാറും. ദൈവം പൊട്ടിച്ചു പ്രശ്നങ്ങൾ ദൈവം പുറത്തുകൊണ്ടുവരാം. ചിലതൊക്കെ ദൈവം ആ പുതിയതായിട്ട് പണിയും. യശയ്യാ 40:1-3 വരെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവത്തോട് പറഞ്ഞ കർത്താവേ, നിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കണം, 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 നിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കിയ ചില രോഗങ്ങൾ ചെന്നടിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കെട്ടുകളായ ഹല്ലേലൂയ. രോഗാത്മാ വിട്ടുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറട്ടെ. പിശാചിന്റെ രോഗങ്ങളായിട്ട് യഹോവയുടെ ശക്തി, യഹോവയുടെ ശക്തി, യഹോവയുടെ ശക്തി, യഹോവയുടെ ശക്തി, യഹോവയുടെ ശക്തി, യഹോവയുടെ ശക്തി യേശുവിന്റെ നാമത്തിൽ. മാനസികമായി വേദനിപ്പിക്കുന്ന ഇനിയൊരു മരണം കിട്ടുമെന്ന് ചോദിക്കുന്ന വിഷയത്തിന് കോട്ടകളും അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. എന്റെ കരങ്ങളിൽ വെട്ടി ഞാൻ കോട്ടടക്കിയ
ദൈവത്തിന്റെ ശ്വാസം നിങ്ങളിൽ വരാൻ പോകുക. ദൈവത്തിന്റെ ശ്വാസം നിങ്ങളിൽ വരാൻ പോകുക. നിങ്ങൾ സേനയായി മാറും. Fire Holy Spirit. Fire Holy Spirit. Fire Holy. ആയിരട്ടെ.
നിങ്ങൾ വിശ്വസിക്കുക, ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകും. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് തൊട്ട്, ഇന്ന് ദൈവാത്മാവിനെ കാണിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ എൻകൗണ്ടർ ചലിക്കും. നിങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ അന്യഭാഷ അങ്ങോട്ട് പറയാൻ തുടങ്ങും. അറിയാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തുള്ളിച്ചാടാൻ തുടങ്ങും. നിങ്ങൾ വിശ്വസിച്ചോ? ദൈവത്തിന്റെ ദൂതൻ എന്റെ വീട്ടിൽ കടന്നു വന്നിരിക്കുക. ദൈവത്തിന്റെ ശക്തി എന്റെ വീട്ടിൽ വന്നിരിക്കുക. ഞാൻ 3 ദൂതന്മാരെ ഇവിടെ കാണുന്നുണ്ട്. 3. ഒരു അനുഗ്രഹത്തിന്റെ ദൂതൻ നിങ്ങളുടെ സാമ്പത്തിക വഴികളെ ദൈവം തുറന്നു തരാൻ പോകും. സാമ്പത്തിക ചില കുരുക്കി കിടക്കുന്ന കേസുകളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകും. ഇനി ആർക്കും നിങ്ങളെ കെട്ടാൻ പറ്റത്തില്ല. നിങ്ങളെ കെട്ടുന്നവർ കെട്ടപ്പെടും, പക്ഷെ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇനി നിങ്ങളെ ആരും കെട്ടാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വാതന്ത്ര്യമാണ്. തല കറങ്ങുന്ന ആരുണ്ട്? തലകറക്കം. ആർക്കാ തലകറക്കം ഉള്ളത്? തലകറക്കം. ഓക്കെ, ദൈവാത്മാവ് ഇന്ന് അത് അഴിക്കുക. ചില ഹൃദയ രോഗികളെ ദൈവം സൗഖ്യമാക്കുക. ഹൃദയത്തില് ചില ഞരമ്പുകളെ ദൈവാത്മ തുറക്കാൻ പോവുക. പക്ഷെ നിങ്ങളുടെ ചർച്ചില് ഈ ഹൃദയ സംബന്ധമായ രോഗികൾ ഭയങ്കരമായിട്ട് സൗഖ്യം. ഈ ഓപ്പറേഷനൊക്കെ പറഞ്ഞ കേസുകളൊക്കെ അത് ക്യാൻസലാവും. ഈ എലിക്ക് താഴെ നടക്കാൻ വയ്യാത്തൊരു മസിലിൽ ബലം പ്രാപിച്ച് നടക്കുന്നതായിട്ട് ദൈവാത്മാനെ കാണിക്കും. ഈ നടുവിൽ ബെൽറ്റിട്ട് എല്ലായിടം പോയി ഒരു വിടുതലില്ലാത്ത കേസുകളൊക്കെ ദൈവം ഇവിടെ വന്ന് ബെൽറ്റ് ഊരിക്കളയും. ഇതിനകത്ത് നടുവേദന ഉള്ളവരുണ്ട്. ദൈവാത്മാ പറഞ്ഞു നിങ്ങളെ ഇന്ന് ദൈവം സൗഖ്യമാക്കുക. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദൈവം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തു കളയാൻ പോവുകയും നിങ്ങൾ സമ്പന്നരായിത്തീരും. നിങ്ങൾ അബ്രഹാം ഇസാക്കിന്റെ യാക്കോബിന്റെ അഭിഷേകം പ്രാപിച്ചോരാ. യേശുവിന്റെ നാമത്തില് അബ്രഹാം ഇസാക്ക് യാക്കോബിന് അനുഗ്രഹം പ്രാപിച്ചോരാ. യേശുവിന്റെ നാമത്തില് അബ്രഹാം ഇസാക്ക് യാക്കോബിന് അനുഗ്രഹം പ്രാപിച്ചോരാ. യേശുവിന്റെ നാമത്തില് അബ്രഹാം ഇസാക്ക് യാക്കോബിന്റെ അനുഗ്രഹം പ്രാപിച്ചോരാ. ഈ വചനങ്ങളാൽ ദൈവം